الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. الفصل السادس في الحث على البدار بالعمل الصالح والاجتهاد فيه. സാലിഹായ അമൽ ചെയ്യൽ കൊണ്ടും അതിൽ നന്നായി അധ്വാനിക്കുന്ന വിഷയത്തിലും സമയം ആരെയും കാത്തിരിക്കണ്ട. ശറഅ് പ്രത്യേക ടൈം വെച്ചിട്ടില്ലെങ്കിൽ അപ്പം തന്നെ എൻ്റെ ടൈം നമ്മളിപ്പോൾ പറയുന്നുണ്ട്. ശറഅ് അതിന് ഒരു സമയം വെച്ചിട്ടുണ്ടോ? അതിനിപ്പോഴെ കാലക്കുട്ടി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ലുഹറയ്ക്ക് ഇരിക്കാൻ തോന്നി, ഇപ്പം ലുഹറയ്ക്ക് ഇറ്റാലാവൂല, അത് ശറഅ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നാൽ അപ്പം തന്നെ ടൈം. പിന്നീട് കാത്തിരുന്നാൽ ചിലപ്പോൾ അവസരം നഷ്ടപ്പെടാം, അല്ലെങ്കിലോ അന്നേരം വേറെ എന്തെങ്കിലും കൊണ്ടാൻ വേണ്ടി വരും, അല്ലെങ്കിൽ മറക്കും. അപ്പോൾ ഇന്ന് പോകട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞു. എപ്പോഴും ഉണ്ടാവും ഇന്നൊരു നാളെയും. ഇന്ന് പോകട്ടെ നാളെ ആവട്ടെ, നാളെ പറയും ഇന്ന് പോകട്ടെ നാളെ ആവട്ടെ. ബിദാർ എന്ന് പറഞ്ഞാൽ അതിന് വളരെ ഉളരുക എന്നതിൻ്റെ ടൈം അതാ. അൽ ബിദാർ അൽ ബിദാർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്തനിൻ ഖംസൻ ഖബല ഖംസിൻ. 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതിൻ്റെ മുമ്പായി ഉടനെ 5 കാര്യം ഗനീമത്ത് എടുത്തുകൊള്ളണം എന്ന് പറഞ്ഞു. എന്താണ്? ശബാബക്ക, അതാണ് ഗനീമത്ത് എടുക്കേണ്ടത്. നിന്റെ യുവത്വം എപ്പോൾ? കബല ഹറമിക്ക, വാർദ്ധക്യം വരുന്നതിന് മുമ്പായിട്ട്. വാർദ്ധക്യം വന്നിട്ട് നല്ല ചെയ്യാൻ നമ്മ കട്ടുമ്പ കടന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ, കാരണം ഇപ്പം ചെയ്യാത്ത ആൾ അന്നേരം ചെയ്യൂലല്ലോ. ഇപ്പോൾ സുഖവും ആരോഗ്യവും ഉള്ളപ്പം ചെയ്യാത്ത ആൾ ഭാവിയിൽ കഷ്ടത്തിലായാൽ ചെയ്യാന്ന് പറയുന്നതിന് അർത്ഥമില്ല. വസിഹത്തക്ക, നിന്റെ ആരോഗ്യത്തിന് നീ എന്താക്കണം? ഗനീമത്തെടുക്കണം. കബല സഖമിക്ക, രോഗം വരുന്നതിന് മുമ്പ്. വഹിനാക്ക, നിനക്കുള്ള ഐശ്വര്യം, നിന്റെ ഹിനയെ ഗനീമത്തെടുക്കണം. കബല ഫഖർ വരുന്നതിന് മുമ്പായിട്ട്. വഫറാഗക്ക, ഒഴിഞ്ഞ സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം. കബല ശുഗ്ല് വരുന്നതിന് മുമ്പായിട്ട്. വഹയാത്തക കബല മൗതിക്, മൗത്തിൻ്റെ മുമ്പായിട്ട് ഹയാത്ത് ഗനീമത്തെടുത്തു. അഖ്റജഹുൽ ഹാക്കിം മിൻ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. വഖാല അഫ്ളലുസ് സ്വലവാത്തി വഅക്മല തസ്ലീം നിഅമതാനി മഗ്ബൂനും ഫീഹിമാ. അള്ളാഹുവിൻ്റെ അപാരമായ 2 നിഅമത്തുണ്ട്. അതിലെന്തായിന്നറിയോ? അധികം ആളുകളെ നഷ്ടക്കച്ചവടം ചെയ്തിരുന്നു. അതെന്താക്കി? പാഴാക്കിയിട്ട് നഷ്ടക്കച്ചവടത്തിലാണ് അറിയണം. മഗ്ബൂനും ഫീഹിമ, ആരൊക്കെ? കസീറും മിനന്നാസ്. ഏതൊക്കെയാണ്? ഒന്ന് സിഹത്ത്, ആരോഗ്യകാലം എന്താക്കി? ദുർവിനിയോഗം ചെയ്തിട്ട് വയസ്സാകുമ്പോൾ അത് നമുക്ക് തൊണ്ടനായിട്ട് വഴിമ കയറിയാൽ അന്ന് ചെയ്യാം. അപ്പോൾ നല്ല വിമസമയം ഉണ്ടെന്ന് കാത്തിക്കും. അതേ വൽ ഫറാഗും, ഒഴിഞ്ഞ സമയം. വൈമസമയത്തിന് ഇപ്പം വേണ്ടെങ്കിൽ മൊബൈൽ വിളിക്കാനുണ്ടാവുകയല്ല, അത് എപ്പോൾ ഉണ്ടാവുകയല്ല. ഇല്ലായിട്ട് ആരും നമ്മളെ വിളിക്കുന്ന കാണുന്നില്ല. അപ്പം അത് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വിളിക്കേണ്ട ആൾ അതിനുള്ളിൽ തന്നെ ഉണ്ടാവും. ഇവനെ പണിയാക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങാനും കൂടെ വിടൂല. അപ്പോൾ ആരോഗ്യവും ഒഴിഞ്ഞ സമയം എന്താക്കി? പാഴാക്കി. അത് നഷ്ടക്കച്ചവടം സംഭവിച്ച് തോറ്റ് അവരുടെ കച്ചവടം പൊളിഞ്ഞെന്നാ പറയും. അത് അധികമാണോ അതിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന തിരിയും. നമ്മളെ കാന്നേരത്ത് പോയാലുണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സെക്കൻഡ് കിട്ടിയ മൂപ്പറസ്മഹാഭിഹം ചെയ്യും. ലക്ഷ്മിങ്ങനെ വിളിച്ചിട്ട് പത്താനം വന്നോളൂ. എന്തെങ്കിലും ഒരു ഇടവേള കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം. قال الإمام الغزالي رضي الله عنه പറയുന്നു, 4 لا يعرف قدرها إلا 4. 4 കാര്യത്തിനെ പറ്റി അതിൻ്റെ മഹിമ അറിയൂല 4 കൂട്ടരല്ലാണ്ട്. ആരാന്ന്? ലാ യഅരിഫു ഖദ്റൽ ഹയാത്തി, ജീവിതകാലത്തിൻ്റെ ആ ഖദ്റുണ്ടല്ലോ, അതിൻ്റെ മഹത്വം അതറിയൂല ഇല്ലൽ മൗത്ത, മരിച്ചാലല്ലാണ്ട്. പണ്ടേ പറയുന്നുണ്ട് കണ്ണ് പോയാലേ കണ്ണിൻ്റെ വില അറിയല് എന്ന് പറയുന്നത്.
ഇരുട്ട് വരുമ്പോൾ അന്ന് വെളിച്ചത്തിൻ്റെ മഹത്വം മനസ്സിലാക്കലേ. അതെ. ഇപ്പം മഴൻ്റെ കതിർ മനസ്സിലാക്കുന്നിരിപ്പല്ലേ, അല്ലാതെ നാട്ട് നിൽക്കുന്നുണ്ടല്ലോ മഴ പെയ്യാൻ വേണ്ടിയിട്ട്. മഴ പെയ്യുമ്പോൾ അങ്ങനെ കതിർ തിരിയില്ല. വല കതിർ സിഹത്തി, ആരോഗ്യത്തിൻ്റെ കതിറും തിരിയൂല. ഇല്ലാഹലസുഖം, രോഗികളക്കല്ലാണ്ട്. രോഗികൾക്ക് അതിൽ ആരോഗ്യം എന്താ അതിൻ്റെ മഹത്വം. വല കതിർ ശബാബി, യുവത്വത്തിൻ്റെ മഹത്വം അറിയൂല. ഇല്ലാഹുൽ ഹർമി, വയസ്സന്മാരല്ലാണ്ട്. വല കതിറൽ ഹിന, ഹിനൻ്റെ കതിർ അറിയൂല. ഇല്ലാഹുൽ ഫഖറിൻ്റെ അഹ്ലുകാർക്കല്ലാണ്ട്. قال سيدنا الإمام أحمد بن حسن العطاس رضي الله عنه പറയുന്നു اعلموا أن كل وقت يذهب على الإنسان, മനുഷ്യന് കഴിഞ്ഞു പോകുന്ന ഏതൊരു സമയം എങ്ങനെ കഴിഞ്ഞു പോകുന്നു? ഫീ ഗൈരി ത്വാഅത്തിൻ ഔ മസ്ലഹത്തിൻ ദീനിയത്തിൻ ഔ ദുന്യവിയത്തിൻ, ഒന്നെങ്കിൽ അള്ളാഹിൻ്റെ താഅത്ത്, ആ താഅത്തിൽ അല്ലാണ്ട് കഴിഞ്ഞു പോയി, അല്ലെങ്കിലോ ദീനിയായ ഒരു മസ്ലഹത്തിലല്ലാതെ കഴിഞ്ഞുപോയി, തുന്യവിയായ മസ്ലഹത്തിലും അല്ലാതെ കഴിഞ്ഞുപോയി. എന്നാൽ ഖസാറത്തുൻ അലിഹി, ആ സമയം എനിക്ക് നഷ്ടം. അത്രയും സമയം പാഴായി തീർന്നു, ഒന്നുമില്ലാണ്ട്. വൽ ഔഖാത്തു സലാസത്തുൻ, സമയം 3 തരത്തിലാണ്. വഖത്തുൽ ലക്ക, ഒന്ന് നിനക്ക് അനുകൂലമായ സമയം, നിനക്ക് ഉപകാരപ്രദമായത്. വഖത്തുന്നലേക്ക്, രണ്ടാമത് നിനക്ക് എതിരായ സമയം, നിനക്ക് പ്രതികൂലം. വഖത്തുല്ലാ ലക വലാ അലൈക, മൂന്നാമത്തെ സമയം നിനക്ക് അനുകൂലമായില്ല പ്രതികൂലമാകാതെ കണ്ട് പാടായിട്ട് അങ്ങോട്ട് പോയി. അതാ ഓരോന്നും പറയുന്നത്. ഫഅമ്മൽ വഖത്തുല്ലദീ ഹുവ ലക, നിനക്ക് അനുകൂലമായി വരുന്ന സമയത്ത് ഫഹുവല്ലദീ തഅമ്മുറുഹു ബിദിക്രില്ലാഹി, അള്ളാഹിൻ്റെ ദിക്ർ കൊണ്ട് ഇമാറത്താക്കിയ സമയം നിനക്ക് അനുകൂലമാണ്. എന്തെങ്കിലും ദിക്ർ ചെല്ലാൻ സമയം കിട്ടിയോ? ആ ദിക്റിൽപ്പെട്ടാണ് കിതാബോത്തോ അതിൽപ്പെട്ട തന്നെ, വെറും ചെല്ലിപ്പാടലല്ലോ ദിക്ർ. കൂലി കിട്ടാവുന്ന എല്ലാ പ്രവർത്തനയ്ക്കും, അത് ഖൗലായാലും ഫീലായാലും ചിന്തയായാലും എല്ലാം ദിക്റിൻ്റെ പരിധി പോകുന്നു. അതാ കമാലുർ റദ്ദാദ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എങ്ങനെ മുജിബാത്തുർ റഹ്മീൻ, വെറും പറച്ചിലാന്ന് മനസ്സിലാക്കണ്ട. അള്ളാഹുവിലേക്കുള്ള ക്ഷണിക്കൽ കൊണ്ട് എന്തായി നിർത്തും അറിയോ? വംതിസാലു അവാമിരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അനുസരിക്കൽ, ഇതുകൊണ്ടെല്ലാം ഇമാറത്താക്കിയ സമയം ലക്ക. വഅമ്മൽ വഖത്തുല്ലദീ ഹുവ അലൈക, നിനക്ക് പ്രതികൂലമായ സമയത്ത് നേരെ ഓപ്പോസിറ്റ്. ഫൽ വഖത്തുല്ലദീ തഅമുറുഹു ബിമുഖാലഫത്തി അംരില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കൽ കൊണ്ട് ഇമാറത്താക്കിയ സമയം, അതെന്താ ഈ അലൈക. വഅമ്മൽ വഖത്തുല്ലദീ ലാ ലക വലാ അലൈക, ലക്കിയുമല്ല അലൈക്കുമല്ലാത്തൊരു സമയം ഉണ്ടെന്നല്ലേ, അത് ഫഹുവൽ വഖത്തുല്ലദീ ലാ തഅമുറുഹു ബിശൈഇൻ, ഒന്നുകൊണ്ടും ഇമാറത്താക്കാത്ത സമയം. അങ്ങനെ സമയം ഉണ്ടാകുമോ? എന്തെങ്കിലും പണിയുടെ വരുവല്ല അന്നേരം. ഒരു പണിയും ഇല്ലാത്ത ആക്കെന്താക്കുന്നറിയോ? തിരക്കിട്ട് പോകണ്ടെന്ന് പറയുന്നത്. ഓർക്കാ തിരക്കത്രോ ദിവസം ചെയ്യുന്നില്ലെന്നാണ്. മറ്റു ചിലത് മനസ്സിൽ പോകാനുണ്ട്, അപ്പുറം പോകാനുണ്ട്, ജോലിക്ക് പോകാനുണ്ട്. ഒന്നും പണിയാണ് മുടക്കാ ചെറുക്കൻ വിറ്റിന് വെച്ച് അത് നോക്കുമ്പോൾ തിരക്കിട്ട് പോകാനുണ്ട്. അതാ ലൗ തുസബിറ, അങ്ങനെ ഒന്ന് സങ്കല്പിക്കപ്പെട്ടാൽ നാമുപ്പറ വന്നത്. ഒന്നിനും മൊബൈൽ പരിപാടി കാണാനല്ല. ഉറക്കി നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞില്ലെങ്കിൽ എല്ലാ കീഴിൽപ്പെട്ടില്ലേ? അതാ പറയുന്നത് ലാ തഅമുറുഹു ബിശൈഇൻ എന്നുള്ള ലൗ തുസബ്ബിറ ഖുലുബുഹു എന്താലി, ഒരു പണിയും ഇല്ലാതെ കണ്ട് ഒഴിഞ്ഞ് കിട്ടൽ എന്നുള്ളത് തസവ്വുറ ആയെങ്കിൽ എന്നാ പറഞ്ഞത്. അങ്ങനൊന്നും ഉണ്ടാവില്ല. ഓർക്കായിരിക്കും ഭയങ്കര തിരക്ക്. ഇനി വലിൽ അഅമാലി കുല്ലിഹ, എല്ലാ അമലിനുമുണ്ട് സിമാമുൻ എന്ന് പറഞ്ഞാൽ ഒരു പിടികയറ്. ഏതാ? ഹുവൻ നിയ്യത്തു സാലിഹ, സാലിഹ നിയ്യത്ത് ഉണ്ടായാൽ മുബാഹിനെ പിടിച്ചുണ്ടാക്കി ഇക്സീർ എന്നതിന് പേര് പറയും. ഇക്സീർ എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവകാന്ന് പോലും അതാർക്കും അറിയില്ല, അങ്ങനെ കേൾക്കാം. അത് പിച്ചളക്ക് നല്ല തെളിച്ച് പിച്ചളയിൽ ചെമ്പിൽ ഒഴിച്ചാൽ അത് പൊന്നായി മാറുന്നെന്ന് പറയപ്പെടുന്നു.
അത് നേരത്തെ പറഞ്ഞാൽ തന്നെ പറഞ്ഞാലും നമുക്ക് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ എന്താ മുബാഹായ കൂലിയൊന്നും കിട്ടാതെ പാടായി പോകുന്ന സമയത്തിൻ്റെ നിയ്യത്തും സാലിഹ കൊടുത്താൽ എന്തായി അത് ഇബാദത്താക്കി മറിക്കാം. അതിന് വേണം കുറക്കാൻ അങ്ങനെ മറിച്ചെടുക്കാൻ. അതെന്താക്കുന്ന അറിയോ? തുസയ്യിറുൽ അഫ്ആല കുല്ലഹാ താഅതൻ, അഫ്ആൽ മുഴുവനും താഅത്താക്കി മറിക്കാൻ കഴിയും നിയ്യത്തും സാലിഹ കൊണ്ട്. അത് നമുക്ക് അതുക്കേൽ വിശാലമായിട്ട് ഓടിയിട്ട് പോയി. വലില്ലാഹി ദർറുൽ ഖാഇൽ ഇദാ ഹബ്ബത് رياحك فاغتنمها فإن لكل خافقة سكون إذا درت نياقك فاهتلبها فما تدري الفصيل لمن يكون. നിനക്ക് കാറ്റടിച്ച് എന്നുവെച്ചാലോ നിനക്ക് അനുകൂലമായ പലതും വന്നു ചേർന്നു എന്നർത്ഥം. എന്നാൽ ഫഖ്തനിൻഹ, ആ കാറ്റിനെ നീ ഗനീമത്ത് കൊടുത്തോളണം. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുമെന്ന് വിചാരിക്കേണ്ട. എല്ലാത്തിനുണ്ടാവും ഒരു അടക്കമുണ്ടാവും, എല്ലാം ഒരു സമാപനം. അതാ ഫൈന ലിക്കുല്ലി ഖാഫിഖത്തിൻ, ഇളകിക്കൊണ്ടിരിക്കുന്ന അടിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിനുണ്ട് സുഖവും ഒരു അടക്കമുണ്ട്. പിന്നെ അത് കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതിന് ഉദാഹരണം, നിന്റെ ഒട്ടകം പാലുള്ളതായാൽ എന്താകണം? ഫഹത്തലിമ, ഉടനെ കടന്നുള്ളൂ. അതാ അപ്പം അനുകൂലമായ ഒരു അവസ്ഥ വന്നാൽ കറന്നെടുത്ത് കുടിച്ചോ. കാരണം ഫമാ തദിരിൽ ഫസീലു ലിമൻ യകൂനു, ഈ ഒട്ടകത്തിൻ്റെ കുട്ടിക്കാന്നെന്ന് പറയില്ലേ ഫസീൽ എന്ന് പറഞ്ഞാൽ അതാർക്കുള്ളതാണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ചിലപ്പോൾ എന്താകും, അതപ്പം തന്നെ കുട്ടിയെ വിറ്റിട്ട് കുട്ടി കുടിക്കാന്ന് വെച്ചാൽ കുട്ടിയെ വിറ്റാലോ. അതുകൊണ്ട് ഒട്ടകത്തിന് പാലുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ കറന്ന് ഗനീമത്തെടുത്തോ, ഈ വെറുതെ പാടാക്കണ്ടെന്നാണ് പറയുന്നത്. وقال آخر ما كل من تلقى أخ منصف ولا الليالي كلها تسعف انتف من الدهر ولو ريشة فإنما حلك ما تنتف ما كل من تلقى, നീ കണ്ടുമുട്ടുന്ന എല്ലാവരുമല്ല അഹും മുൻസിഫുൻ, നീതിയുള്ള ഇൻസാഫുള്ള സുഹൃത്തല്ല. കാണുന്ന ആളല്ല സുഹൃത്താ, മരക്ഷൻ ചതിയനായിരിക്കും എന്നോട് ഉണ്ടെങ്കിൽ കമലിനെ കയറി എന്നിട്ട് ശരീരം ഒന്ന് തീർക്കും. അവെല്ലാം ചെങ്ങായിപ്പാടെന്ന് വെച്ചിട്ട് അടുപ്പിച്ച വിട്ട. അതുകൊണ്ട് നീ കണ്ടുമുട്ടുന്ന ആളെല്ലാം ഇൻസാഫുള്ള ഒരു നീതിമാനായ അഹാണ് എന്ന് എനിക്ക് വിചാരിക്കേ വേണ്ട. വലല്ലയാലി, എല്ലാ രാത്രികളും കുല്ലുഹാ തുസ്ഇഫു, നിനക്ക് അനുകൂലമായി നിനക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റുന്നതായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഇൻതിഫ് മിനദ്ദഹിരി, കാലഘട്ടത്തിൽ നിന്ന് നീ എന്താക്കണം? പറിച്ചെടുക്കണം. ഈ രോമം പറിക്കുന്ന നതഫ വലൗരീശത്തൻ, അത് ഒരു തൂവലായാലും കാലത്തിൽ നിന്ന് ഒരു തൂവലെങ്കിലും പറിച്ചെടുത്താൽ അത് വിറ്റ് കിട്ടി. അതാ വഇന്നമാ ഹല്ലുക മാ തൻതിഫു, കാലഘട്ടത്തിൽ നിന്ന് നീ പറിച്ചെടുക്കുന്ന ആ ഒരു തൂവലായിരിക്കും നിന്റെ വയലിൽ. എന്നുവെച്ചാൽ അരമണിക്കൂർ 1 മണിക്കൂർ കിട്ടിയാൽ അത് മുതലേക്കോ പറഞ്ഞു വരുന്നത്. ومن نظم سيدنا الإمام الوجيه عبد الرحمن بن عبد الله الفقيه رحمه الله تعالى ونفعنا به, മൂപ്പർ ബൈത്താക്കി فيا ضيعة الأعمار تمضي سبهلها وذراتها تعلو على 1000 درة ومن أشغل الأيام بالخير أثمرت بخير وإلا أشغلته بحسرتي ومن كان في أولاه للشر ذارعا سيحصد في أخراه شر العقوبة فيا ضيعة الأعمار, ഉംറിൻ്റെ നഷ്ടമേ, ജീവിതത്തിൻ്റെ ഉംറിനാണ് അഅ്മാർ, അത് നഷ്ടം. എങ്ങനത്തെ ഉംറ്? തംലി, അത് കടന്നു പോകുന്നു. സബഹലല എന്ന് പറഞ്ഞാൽ എന്തെല്ലോ അയച്ച്, എന്തിനാണ് നിന്റെ സമയം ചിലവാക്കി എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. നമ്മൾ ഇന്നലെ കുറേ ടൈം 3-4 മണിക്കൂർ കൊണ്ട് പോയി, എന്തിനെല്ലോ പോയി. ഒരു കൃത്യമായ ഒരു നിർണയം അതിനില്ല, ഒരിക്കലില്ല. സബഹലല
ദുനിയാവിനുള്ള ആഹ്ലാദത്തിനല്ലാണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി. എന്നാൽ ആ ഉംറയുടെ നഷ്ടം എത്രമാത്രമുള്ള നഷ്ടമാണ്. വദർറതുഹ, കാരണം ഈ ഉംറിന്റെ ഒരു ആറ്റം തഅലു, അത് ഉയരും, അലാ അൽഫി ദുർറത്തിന്, 1000 മുത്തുമണികളേക്കാൾ മറികടക്കും. അപ്പടെ ദർറത്ത് എന്ന് പറഞ്ഞു, ഇവിടെ ദുർറത്ത് എന്നാണ്, അതിനുള്ള മുജാനസത്ത് എന്ന് പറഞ്ഞു. ഉംറിലുള്ള ഒരു ദർറത്ത് എന്നുള്ളത് 1000 ദുർറത്തിനെ മറികടക്കും. വമൻ അശഗലൽ അയ്യാമ, ദിവസങ്ങളെ എന്താക്കി ഒരാളെ ശുഗലാക്കി, ബിൽ ഖൈർ, ഖൈർ കൊണ്ട് ശുഗലാക്കിയാൽ, അസ്മറത്ത് ബി ഖൈരിൻ, അത് ഖൈറിനെ കായ്പിക്കും, ഖൈറിനെ ഉൽപ്പാദിപ്പിക്കും. വഇല്ല, തിരിച്ചാണെങ്കിൽ, അശഗലതുഹു, അവരെ ഈ ശുഗലാക്കൽ ബി ഹസ്രത്തിൻ, ഖേദകരമായ കാര്യങ്ങളെ കൊണ്ടാണ്, ഹസ്രത്ത് കൊണ്ടാണ്. വമൻ കാന ഫീ ഊലാഹു, ഒരാൾ അവൻ്റെ ആദ്യത്തിൽ നിന്ന് ദുന്യാവിൽ ഷർറിനെ എന്താക്കി, സാരിഅൻ ബദച്ചാൽ, സയഹ്സുറു ഫീ ഉഖറാഹു, പരലോകത്ത് കൊയ്യിൽ ഷർദൽ ഉഖൂബ, ബദച്ചത് കൊയ്യും. قال سيدنا الإمام عبد الله بن علوي الهداد رضي الله عنه وارضاه عنا إن خزائنه تعالى مملوءة من كل شيء. അള്ളാഹുവിൻ്റെ ഖസാന നിറക്കപ്പെട്ടതാണ്, അതിലെല്ലാ വസ്തുക്കളും ഉണ്ട്, ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് പറയും. എന്താണ് മംലൂഅത്തുൻ ബിർരിസ്ഖ്, റിസ്ഖ് കൊണ്ട് നിറച്ചു വെച്ചിട്ടുണ്ട്. വല്ല അമാൽ, അമാൽ കൊണ്ടും നിറച്ചു വെച്ചിട്ടുണ്ട്. വറഹ്മത്ത് കൊണ്ടും നിറച്ചു വെച്ചിട്ടുണ്ട്. വഇന്നമാ അറാദ സുബ്ഹാനഹു വ തആല, അതുകൊണ്ട് അള്ളാഹ്ക്ക് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൊന്നും അധ്വാനിക്കുന്നില്ല. വഇന്നമാ അറാദ അല്ലാഹു സുബ്ഹാനഹു വ തആല മിനൽ അബ്ദി, അബ്ദിൻ്റെ മക്കളിൽ നിന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ചത് അൻ യംല ഖസായിനഹു, അബ്ദിൻ്റെ ഖസാന നിറക്കണമെന്നാണ്. ഹുവ, അത് അബ്ദ് നിറക്കണം. മിമ്മാ യൻഫഉഹു, അവന് ഉപകാരപ്രദമായ കാര്യങ്ങളെ കൊണ്ട് നിറച്ചു കൊള്ളണമെന്നാണ് അള്ളാഹിൻ്റെ കൽപ്പന. നിൻ്റെ അകത്ത് കുറച്ച് ഖസാനുണ്ട്, അത് നിറച്ചാടെ വെച്ച്, ഇങ്ങോട്ട് നിറക്കാനൊന്നും വേണ്ട. എന്താണ് നിറക്കേണ്ടത്? ബഹുവ ത്വാഅ, അത് ത്വാഅത്താണ്. ഫഇന്ന അവഖാത്തൽ ഇൻസാനില്ലതി തമുറു ബിഹി, മനുഷ്യന് കഴിഞ്ഞു പോകുന്ന ഓരോ സമയങ്ങളും തുഅറദു അലൈഹി ഫിൽ ആഖിറത്തിൽ എന്താക്കും, അവർക്ക് കാണിക്കപ്പെടും. അപ്പം അല്ലത്തി മർറത്ത് ഫി ത്വാഅത്തി, ത്വാഅത്തിൽ കഴിഞ്ഞു പോയ സമയമാണെങ്കിൽ മംലൂഅത്തുൻ നൂറൻ, അത് പ്രകാശം കൊണ്ട് നിറക്കപ്പെട്ടതായിട്ട് കാണിക്കപ്പെടും. വല്ലത്തി മർറത്ത് ഫിൽ മാസിയത്തി, മാസിയത്തിൽ കഴിഞ്ഞു പോയ സമയമാണെങ്കിൽ നാറൻ ആ മുൽമത്തൻ, ഒന്നിക്ക് തീ കൊണ്ട് നിറക്കപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ ഇരുട്ട് കൊണ്ട് നിറക്കപ്പെട്ടതായിട്ട് കാണിക്കപ്പെടും. വല്ലത്തി മറത്ത് ബിലാ ഷൈഇൻ, ഇനിയല്ല ത്വാഅത്തും ഉണ്ടായിട്ടില്ല മാസിയത്തും ഉണ്ടായിട്ടില്ലേ, അത് ഫാരിഗത്തൻ, അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. അതിനെന്താ പറഞ്ഞത്? താഴത്തൊന്നും അല്ലാത്ത നീയത്തുകൊണ്ട് മറിച്ചെടുക്കാം, എല്ലാം താഴത്താക്കി മറിക്കാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കബിദുഹു, അവൻ്റെ കരലുണ്ടാവും, കഷ്ടമായിട്ട് മുറിയുന്ന മീനത്ത ഹസുരി, ദുഃഖത്തിനാൽ. എന്തിൻ്റെ ദുഃഖം? അലൽ ഫാരിയ, ആ ഒഴിഞ്ഞു കിടക്കുന്ന സമയം കാണുമ്പോൾ അല്ലേ. എന്താ? അല്ലൗ കാനത്ത് മംലൂഅത്തൻ നൂറൻ, നൂറ് കൊണ്ട് നിറക്കപ്പെട്ടതായെങ്കിൽ നിറക്കേടില്ലായിരുന്നു എന്നെന്താക്കി ആഗ്രഹിച്ചിട്ട് അവൻ്റെ കൽബ് മുറിയുന്നു. അപ്പോൾ ഫകൈഫ ബില്ലത്തി ഫിൽ മാസിയ, അപ്പോൾ ഒടിഞ്ഞു കിടക്കുന്ന വിഷയത്തിലാണ് ഇത്തരത്തിലുള്ള പ്രയാസമെങ്കിൽ മാസിയത്തുകൊണ്ട് നിറഞ്ഞത് കാണുമ്പോൾ പിന്നെ എന്തായിരിക്കും എന്ന് ചോദിച്ചോന്നാണ് തിരിയുന്നുണ്ട്. അപ്പോൾ ഇൻതഹൽ മഖ്സൂദ് മിൻ തസ്ബീത്തിൽ ഫുആദ്. വഖാല അബൂ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരാണ് അബൂ റബീഅ? വലിയ ആള് തന്നെ. അൽ വലിയു അൽ ആരിഫു അബൂ റബീഅ സുലൈമാൻ എന്നാണ് ഒറിജിനൽ പേര്. ഇബ്ൻ ഉമർ അൽ മാലഖി അൽ കഫീഫ് മിൻ മുരീദിൽ ഇമാം അബുൽ അബ്ബാസ് ഇബ്ൻ അൽ ഇദ്ദി ഫിൽ അൻദലുസി റളിയല്ലാഹു അൻഹു. അബുൽ അബ്ബാസ് അൽ ഇദ്ദീഫിൻ്റെ ശിഷ്യനാണ്. അബുൽ അബ്ബാസ് എന്നറിയപ്പെടുന്ന ഒരുപാട് ലോക നേതാക്കന്മാർ. അബുൽ അബ്ബാസ് എന്താണ്? മുർസി, അബുൽ അബ്ബാസ്, ഇങ്ങനെ പറഞ്ഞിട്ട് അബുൽ അബ്ബാസ് സിബിത്തി. അബുൽ അബ്ബാസിൻ്റെ ഒരു പട്ടിക തന്നെ ഉണ്ട്. 526 വഫാത്ത്.
മുമ്പുള്ള ആളാണ്. അർജുമത്തുഹു നഫഹാത്തിൽ ലൂസിൽ ഓരോ ചരിത്രം പറഞ്ഞിട്ട് 2707 തബക്കാത്ത സുഹറയിലും ഉണ്ട്. ഈ അബൂ റബീ ആണ് പറയുന്നത് സീറൂ ഇലല്ലാഹി ഉറജൻ വ മകാസീർ, കാല് മുടന്തന്മാരായിട്ട് നിങ്ങൾ അള്ളാഹിനെ കൊണ്ട് നടന്നോ, അല്ല കാലും കൈയെല്ലാം പൊട്ടിയ ആളായിട്ട് നടന്നോ, എനിക്ക് ആരോഗ്യം ഉണ്ടായാലേ വരൂ എന്ന് പറയണ്ട. പൊട്ടിയ കാലുമായിട്ട് നടന്നോ, മുടന്തം കാലുമായിട്ട് അള്ളയിലേക്ക് എത്തിക്കോ. എന്നാ വല തന്തലുരസ്റ്റി, ആരോഗ്യം വന്നാലേ പോകുമെന്ന് പ്രതീക്ഷിക്കൊന്നും വേണ്ട. കാരണം ഫൈൻഡിലാറസിഹത്തി, ആരോഗ്യം പ്രതീക്ഷിക്കുക എന്നുള്ളത് ബസാലത്താണ്. കാരണം ബേക്കോട്ട് പോകുന്നൊരു ആരോഗ്യം കൂടുതലല്ല. വഖാല ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഹക്കമിൽ പറയുന്നു, ഇഹാനതുകൽ അമല അലാ വുജൂദിൽ ഫറാഗി മിൻ റുഊനാത്തിൻ നഫ്സി നുഫൂസ് എന്നാ പറഞ്ഞു. ഒഴിഞ്ഞ സമയം കിട്ടുന്നത് വരെ അമല് പിന്തിച്ച് വെക്കുക. അപ്പൊ തിരയടങ്ങിയിട്ട് കപ്പലോടാന്ന് തീരുമാനിക്കുന്നു. മെയിൻ റോഡിന്റെ വാഹനങ്ങളുടെ പോക്ക് ഒഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തേക്ക് മുറിച്ച് കിടക്കാന്ന് വിചാരിച്ചാൽ ഓരോ കർമ്മത്തിൽ നിന്നുള്ള രാത്രിയും നേരമ്പോഴക്കോടെ ഇരുന്നോളാം. അങ്ങനെ എനിക്കുണ്ടാവില്ലേ. അപ്പോൾ ഒഴിഞ്ഞ സമയം കിട്ടുന്നത് വരെ അമലിനുണ്ടാക്കി പിന്തിച്ച് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ നഫ്സിന്റെ ചതികളിൽപ്പെട്ടാണോ, നഫ്സിന്റെ ചതിക്കുക. നമുക്ക് ഒഴിഞ്ഞ സമയം കിട്ടുമ്പോൾ എന്താക്കാം, എല്ലാം അമൽ ചെയ്ത് കളയാം. നമ്മൾ വണ്ടിക്കകത്ത് അങ്ങനെ തന്നെ. ഇപ്പം അക്ഷയവക്കൻ്റെ മുടിയിലേക്ക് പോകണോ, ഇതിനെ കൊണ്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വാഹനം ഒഴിഞ്ഞ സമയത്ത് പോകാമെന്ന് വിചാരിച്ചാൽ പോക്കുണ്ടാവില്ല. قال الحبيب أحمد بن حسن النقاش رضي الله عنه പറയുന്നു, മല്ലം യതസദ്ദഖ് മഅൽ ഖില്ല, ഇവർക്ക് കുറഞ്ഞ പൈസ ഉണ്ട്, അതിൽ നിന്ന് സദഖ കൊടുക്കൂല അല്ലേ. എന്നാൽ കൂടുതലുണ്ടായാലും കൊടുക്കൂല. കാരണം പൈസന്റെ കൂടുതൽ കുറവ് നോക്കിയിട്ടല്ലോ സദഖ വരുന്നത്, മനസ്സിൽ വരണ്ടല്ലേ. ലം യതസദ്ദഖ് മഅൽ കസ്റ, കസ്റത്ത് ഉണ്ടായാലും കൊടുക്കൂല. അതാ ഞാൻ പറഞ്ഞത്, സദഖന്റെ മാനദണ്ഡം കൂടുതൽ പൈസ ഉണ്ടോ ഇല്ലേ എന്നതല്ല, ഇവർക്ക് ഔദാര്യ സ്വഭാവമുണ്ടോ എന്നതാണ്. അപ്പം എന്താ കൊണ്ടുപോയി, തീരെ ഇല്ലാത്തവന് സിദ്ഖുണ്ടാവും, എനിക്കുണ്ടെങ്കിൽ കൊടുക്കുമായിരുന്നു, അത് ഇതാ നസഹൂലില്ല. ഇനി വമല്ലം യുജാഹിദി നഫ്സഹു അലാ ഖിയാമിൽ ലൈലി, രാത്രി നമസ്കരിക്കാൻ വേണ്ടി നഫ്സിനോട് മുജാഹദ ചെയ്യാത്ത ഒരാളും, അതുപോലെ ഫീലുൽ ഖൈർ ചെയ്യാനും മുജാഹദ ചെയ്തിട്ടില്ലെങ്കിൽ മഅത്താബി, കുറച്ച് കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് മുജാഹദ ചെയ്തിട്ടില്ലെങ്കിൽ ലം യഫ്അൽ ദാലിക, അത് ചെയ്യൂല. എപ്പോൾ മഅസ്സിഹത്തി വൽ ഫറാഗ്, ആരോഗ്യം കിട്ടിയാലും ഒഴിഞ്ഞ സമയം കിട്ടിയാലും അത് ചെയ്യൂല തന്നെയാണ്. ഒരാൾ ചോദിച്ചാൽ എന്താപ്പം നമുക്കൊന്നും ചെയ്യാത്ത, ഞാൻ പറഞ്ഞ 3 മണിക്ക് കുടിയലിന് പോകണമെന്നുള്ളത് നിങ്ങൾ അന്നേരം അറിയുന്നില്ലേ അല്ലേ. അന്നേരം നിങ്ങൾ അടിപ്പിച്ച അവസ്ഥ ഉണ്ടെന്ന്. ആ കുടിയലിന് ഒരു പ്രാധാന്യം, കുടിയലിന് കൊടുത്തൊരു പ്രാധാന്യം ഈ 2 റക്അത്തിന് കൊടുത്താൽ മതി. പ്രാധാന്യം തിരിയുന്നില്ലെങ്കിൽ ഒരു തട്ടിൽ കുടിയലിന് പോക്ക്, ഒരു തട്ടിൽ 2 റക്അത്ത് നിൽക്കിയിരിക്കലും തൂക്കുക. എന്നിട്ടോ അള്ളാഹിന്റെ റസൂല് കലാം കൊണ്ട് തൂക്കിയാലേക്ക് പറഞ്ഞു. കുടിയലിന് പോക്കിന് 110 മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ 90 മാർക്കാണെങ്കിലും അങ്ങനെ കിട്ടലേ. ചാടാ അതെ ചോദിക്കും, അവിടെ പോയിട്ടില്ലെങ്കിൽ ഈ കലമ്പ അല്ല, കലമ്പില്ല, നിങ്ങൾ സുന്നുണ്ടെങ്കിൽ വന്നാൽ മതി എന്നുണ്ടാവും. ആ കുടിയിൽ സുന്നത്താക്കി കണ ചെയ്താൽ നല്ല തന്നെ ഔട്ടാക്കിയിട്ടില്ല. അങ്ങനെ സുന്നത്തിനകത്തം വെക്കല്ലേ. എയർപോർട്ടിൽ പോകുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ഇതൊരു വർഷമായി ഞാൻ നാളെ പോകുന്നു ഉറപ്പില്ലല്ലോ. ഇനി നാളെയും കുടിയിലുണ്ടെങ്കിലോ, ആഴ്ചക്ക് കുടിയിലുള്ള ആളാണെങ്കിലോ എയർപോർട്ടിൽ പോകാൻ കുടിയന്മാരുണ്ട്. എയർപോർട്ടിൽ കൊണ്ടാക്കണമെങ്കിൽ ഡ്രൈവർ ഉറങ്ങാണ്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പോകാത്തല്ല, നമുക്കൊന്നും ഒഴിവില്ലായിട്ടോ അന്ന തോപ്പിക്ക് ചെയ്യായിട്ടല്ല, വെച്ച് വളമ്പി തന്നത് വെക്കൂലെന്നാണ് നമ്മുടെ സ്വഭാവം. ആടെന്താക്കുക, അന്ന് കണക്കാക്കിയിട്ടല്ലേ വെച്ച് വളമ്പി തന്നത്. വഖാല സയ്യിദുൽ ഹബീബ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മല്ലം യസ്തതിഇ ഔ ലം യൻസതി ലിഫിഇലിൽ ഖൈർ കുല്ലി, എല്ലാ ഖൈർ ചെയ്യാനും
ഒരാൾക്ക് ആപതാകുന്നില്ല, അല്ലെങ്കിൽ അതിന് നല്ലൊരു ഉന്മേഷം കിട്ടുന്നില്ല, അതിൻ്റെ അർത്ഥം പറ്റ ഉപേക്ഷിക്കണം എന്നല്ല. എല്ലാം പറയുന്നതെല്ലാം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ പറ്റ ഉപേക്ഷിക്കണം എന്നല്ല അർത്ഥം. ചെയ്യാവുന്നത് ചെയ്യണം. അതാ മല്ലം ഞെസ്റ്റത്തികൾ ഒന്നുകിൽ അവന് ആകുന്നേയില്ല, അവലം ഞെൻഷത്തി അല്ലെങ്കിൽ ഒരു ഉന്മേഷം കിട്ടുന്നില്ല ലിഫീലിൽ ഖൈർ കുല്ലി. അതുകൊണ്ട് ഫലാജം ബഗീലഹു അൻ യത്റുകഹു കുല്ലഹു, അത് പറ്റ ഉപേക്ഷിക്കൽ അല്ല വേണ്ടത്. അത് ഇന്നാളെ ഓരോ പറഞ്ഞ രണ്ടാക്കും ഇത് കിട്ടുന്നില്ലെങ്കിൽ ആർക്കും വേണ്ടെന്ന് വെച്ചാൽ അത് ജയിപ്പത്. അനം പറഞ്ഞു ഒരാൾക്കെങ്കിലും കിട്ടിട്ട് ബൽ യഫ്അലു മിൻഹു, അത് ആപതാകുന്നതിൽ നിന്ന് ചെയ്യണം മാ യസ്തതിഉ കഴിയുന്നത്, വമാ യതയസ്സറു അലൈഹി അതിന് എളുപ്പമാകുന്നതും. അതുകൊണ്ട് ഫഇന്നൽ ഖൈറ യദ്ഉ ബഅദഹു ഇലാ ഖൈർ, ഒരു ഖൈർ ചെയ്താൽ മറ്റൊരു ഖൈറിനെ അത് വിളിച്ചുകൊണ്ടിരുന്നു. അന്നെയും കൂട്ടണേ എന്നെയും കൂട്ടണേ എന്നിട്ട് ഈ ടിഷ്യൂ പേപ്പർ എടുത്തണക്കെ ഒന്ന് എടുക്കുമ്പോണ്ടാവും, വേറൊന്ന് ഇരുന്ന് ഞാനും വരുന്നു വെച്ച് നോക്കിയട്ടെ, 2-3 ഒറ്റയ്ക്കിങ്ങി വരും. ഒറ്റ ടിഷ്യൂ പേപ്പർ കൊടുക്കാൻ കഴിയോ? വസ്സഗീറു മിൻഹു, ഖൈറായ കാര്യത്തിൽ നിന്നുള്ള സഗീർ എന്താക്കും? യജറു ഇലൽ കബീർ, വലിയ ഖൈറായ കാര്യത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. ആരിഫീങ്ങളെ കൽബിൽ എന്താണ് മസാല? വൽ ഖലീലു മിൻഹു യദ്ഉ ഇലൽ കസീർ, ഖൈറായ കാര്യത്തിൽ നിന്നുള്ള അല്പം എന്താക്കും? കസീറിലേക്ക് ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകും. അതാ വൽ ഖൈറു ആദത്തുൻ കമാ വറദ, ഖൈർ എന്നുള്ള ആദത്താണ്. ആദത്താക്കിയ പോലെ ഖൈർ ഒന്നിൻ്റെ പിന്നാലെ. അത് ഷെറിന് അങ്ങനെ തന്നെയാണ്. ഒരു ഷെറ് ചെയ്താൽ ആ ഷെറിൻ്റെ ഈ ശുഭം കൊണ്ടെന്താക്കും? മറ്റൊരു ഷെറിലേക്ക് പ്രേരിപ്പിക്കും. അങ്ങനെ ഒരു അതാ ഒരബദ് പരീക്ഷിക്കപ്പെട്ടു പോയി, ബിശ്ശർരി വൽ മഅസിയത്ത് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു പോയാൽ ഫലാ യംബഗി ലഹു, അവന് പാടില്ലാത്തതാണ് അൻയുദ്ബിറ അനില്ലാഹി, അള്ളാഹിനെ തൊട്ട് പിന്തിരിഞ്ഞോടൽ. ഇനി ഞാനിങ്ങനെയല്ല ആയിപ്പോയി, ഇനി അള്ളാഹിനൊക്കെ പോയാൽ എനിക്ക് സീറ്റില്ല എന്ന് മടങ്ങിപ്പോവുകയല്ല വേണ്ടത്. വഅൻ ഫൈലിൽ ഖൈരി വത്വാഅ, ഖൈറും താഅത്തും ചെയ്യലിനെ തൊട്ടും പിന്തിരിയാൻ പാടില്ല. ബിൽ കുല്ലിയത്തി, പറ്റ പിന്തി പോകാൻ പാടില്ല. പിന്നെന്ത് വേണം? ഫലാജം, അപ്പം എന്താക്കും? ഫലാജബക ബൈനഹു വബൈന റബ്ബിഹി, അങ്ങനെ പിന്തിരിഞ്ഞു പോയാൽ അവൻ്റെയും റബ്ബിൻ്റെയും ഇടയിൽ ബാക്കിയില്ല. തരീഖുൻ, ഒരു തരീഖും ബാക്കി ഉണ്ടാവില്ല. എന്തിന്? ഇലൽ മുസാലഹത്തി, അള്ളാഹിട്ട് സുൽഹാകാൻ വേണ്ടി. വറുജൂ ഇലൈഹി, അള്ളാഹിനെ കൊണ്ട് മടങ്ങാനും ഒരു വഴിയില്ലാണ്ട് അവിടെ കിടക്കും. അതുകൊണ്ട് വൽ യഅ്തബിർ ബി ഖിസ്സത്തിൽ ലിസ്സി, ഒരു കള്ളൻ്റെ കഥ നമ്മൾ അതിൽ പാഠം ഉൾക്കൊള്ളണം. എന്താണ്? കാന യഖ്തഉ ത്വരീഖ, അയാൾ കൊള്ളയടിക്കലാണ് പതിവ്. വയസ്ഫിക്കുദ്ദിമാ, ചോരോലിപ്പിക്കും എന്ന് പറഞ്ഞാൽ കൊല്ലും. വയൻഹബ് അമ്മാലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ സ്വത്തെല്ലാം കൊള്ളടിച്ചു കളയും. ഫറആഹു ബഅദു സാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട ചിലർ അദ്ദേഹത്തിനെ കണ്ട്, ഈ കള്ളന. യഫ്അലു ദാലിക തിൽക്കൽ മുഹറമാത്ത്, ഈ മുഹറമാത്തെല്ലാം ചെയ്യുന്നത് അവർ കണ്ട്. വഹു മഅ ദാലിക സന, അതോടുകൂടി ഇതെല്ലാം നോമ്പ് നോറ്റിട്ടാ പണി. അതാ അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് പൊറുപ്പിക്കാനുള്ള ഒരു വസീലാണ് അയാൾ നിർത്തി വെച്ചിട്ട് ഇപ്പോൾ ഉള്ളത്. ഫഖാല ലഹു, അപ്പം ചോദിച്ച്, യാ ഹാദാ തഫ്അലു മാ തഫ്അലു വതസൂമു, നീ ചെയ്യുന്ന കൊള്ളയടിക്കലും പിടിച്ചു പറയും രക്തമൊലിപ്പിക്കലും ഇതെല്ലാം ചെയ്യുന്ന നോമ്പ് നോക്കുന്നല്ലേ? ഖാല നഅം, അതെ. എന്താണത്? അദഉ ലിസ്സുൽഹി മൗളി, അള്ളാഹുമായിട്ട് സുൽഹുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് അടവെച്ചതാണ്. വലാ ഖതഉ തുർക കുല്ലഹാ ബൈനി വബൈന റബ്ബി, എൻ്റെയും റബ്ബിൻ്റെ ഇടയിൽ എല്ലാ മാർഗവും ഞാൻ അടക്കുന്നില്ല. ഖാല, ആ സാലിഹായ വ്യക്തി പറയുന്നു, ഫറഅയ്തുഹു ബഅദ മുദ്ദത്തിൻ, കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നു, വഹുവ യതൂഫു ബിൽ കഅബത്തി, കഅബക്ക് തവാഫ് ചെയ്യുന്ന കള്ളനെയാണ് പിന്നെ കണ്ടത്. വഖദ് താബ, അയാൾ എല്ലാത്തിനും തൗബ ചെയ്തിട്ടുണ്ട്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഹീന റഅയ്തുഹു, എന്നെ കണ്ടപ്പം തന്നെ പറഞ്ഞ്, ഇങ്ങനെ എന്നോട് ചോദിച്ചില്ല എന്തിനാ നോമ്പ് വെക്കുന്നു? ആ നോമ്പാണ് എന്നെ നിർത്തിയേക്ക് എത്തിച്ചത്. ബാക്കിയെല്ലാം ഞാൻ തൗബ ചെയ്തു. അല്ല, ഇന്ന ദാലിക സൗമ ഔഖഅ സുൽഹ ബൈനി വബൈന റബ്ബി, ആ നോറ്റ നോമ്പെന്തായിന്നറിയോ? എൻ്റെയും റബ്ബിൻ്റെ ഇടയിൽ സുൽഹുണ്ടാക്കി തന്നിരിക്കുന്നു.
നമ്മൾ കഥ കേൾക്കലല്ല, ഇതിനെ പാഠം ഉൾക്കൊള്ളത്. അതാ മാനസിക്കായ. അപ്പം എന്തുണ്ടെങ്കിലും ഒരു പോയിന്റാണ് വെച്ച് നിർത്തണം. قال علي كرم الله وجهه رضي الله عنه പറയുന്നു, അദ്ദുന്യാ ദാറു അമലിൻ, ദുന്യാവ് എന്നുള്ളത് അമൽ ചെയ്യാനുള്ള നാടാണ്. വലാ ജസാ ഫി, അത് കൂലിന് കൊടുക്കൂല, അല്ല പിന്നെ തരാൻ എല്ലാം കടം. വൽ ആഖിറത്തോ ദാറു ജസാഇൻ വലാ അമല ഫീഹി, ജസാഇൻ്റെ നാടാണ്, അവിടെ പണിയില്ല. ഫഅമലു ഫീ ദാരിൻ, അപ്പോൾ നിങ്ങളെന്താക്കണം, ഒരു ദാറിൽ അമൽ ചെയ്തു, ലാ ജസാഅ ഫിഹാ, കൂലി കൊടുക്കാത്ത നാടില്ലേ ദുനിയാവിൽ. ലി ദാരിൻ ലാ അമല ഫിഹാ, അമൽ ചെയ്യാണ്ട് കൂലി വാങ്ങുന്ന നാട്ടിലേക്ക് വേണ്ടിയിട്ട് അമൽ ചെയ്തു. അപ്പോൾ അതിനൊരു അതേപോലെ തന്നെ ഞാൻ മറ്റൊരു ശൈലിയിലാണ് പറയുന്നത്. വക്കാനൽ ഇമാമുൽ ആരിഫു ബില്ലാഹി അഹമ്മദ് ബിൻ ഹസനിൽ അത്താസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദുന്യാ ദാറു തക്ലീഫിൻ വ അമൽ, ദുന്യാവിൽ അള്ളാഹിൻ്റെ തക്ലീഫും ഉണ്ട് അമലും ഉണ്ട് അല്ലേ. പിന്നെ വൽ ബർസഖ്, ഏതാണ്, ഖബർ. ദാറു അമലും വലാ തക്ലീഫ്, തക്ലീഫ് ഇല്ല, അവിടെ അമലുണ്ട്. ചില ഔലിയാക്കളൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും. അതുപോലെ പണ്ടേ കാലത്തെ പതിവാക്കിയ ഔറാദുകളും മദ്കാറുകളും അതാത് സമയത്ത് കൃത്യമായി നടത്തുന്ന ഔലിയാക്കൾ എത്രയോ ഉണ്ട്. ആ സമയത്ത് പോയാൽ കേൾക്കാവുന്നതാണെന്നാണ്. നമുക്കതെല്ലാം വായിച്ചു നോക്കിയാൽ അസമയത്ത് 10 മണിക്കൂർ ഇന്ന ദർശനത്തിലുണ്ട്, സഹീഹ് ബുഖാരി ദർശനത്തിലുണ്ട്. ഖബറിൻ്റെ അവിടെ പോയി ശ്രദ്ധിച്ച് നോക്കിയാൽ മഹാജോലി കൂട്ടുന്നുണ്ട്. ഖുർആൻ ഓതുന്നുണ്ടാവും. അടുത്ത കാലത്തല്ലേ മീർ ഖലീമ, അടുത്ത കാലത്താണ്, 1000 ശേഷം മീർ ഖലീമാമിന് താജ് തഫാസീർ കേൾക്കണം. താജ് തഫാസീർ തഫ്സീർ മൂപ്പർ മദീനത്താണ്. അസർക്ക് ശേഷം മൂപ്പർ മഗ്‌രിബ് വരെ ഔറാദിലാണ്. എന്നാൽ അവിടെ സിയാറത്തിനും പോയിട്ട് അവിടെ കബറിലേക്കൊന്ന് ശ്രദ്ധ ഒപ്പിച്ച് നോക്കിയാൽ മൂപ്പർ പഴയകാലത്ത് തോന്നുന്ന അതേ ടൈമിന് അതേ ഔറാദ് ഓതുന്നത് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടത്. താജ് തഫാസീർ വേറെ കിതാബുകളുണ്ട് ബിറവലി. അപ്പോൾ പക്ഷെ ചെയ്യണമെന്ന് തക്ലീഫില്ല. വൽ ആഖിറത്തോ ദാറു ജസാ ആണ്, ലാ തക്ലീഫു ലാ അമൽ, തക്ലീഫും അമലും ഇല്ല, പ്രതിഫലം കൊടുക്കലാണ്. ഇനി ഇയ്യാക്കും അമാനിയൽ മഗ്ഫിറ, വേദാമാനി ഉംനിയത്തിന്റെ ജമ്മ്. ഉംനിയത്ത് എന്ന് പറഞ്ഞാൽ വ്യാമോഹം, എന്ന് പറഞ്ഞാൽ അപ്പുറമൊന്നും ഇല്ലാത്തതെന്ന് അർത്ഥം. വ്യാജം എന്താണ്, ഒന്നും ഇല്ലാത്തതും ജനിച്ചതും, അതായത് ജനിക്കാൻ ഒന്നുമില്ലാണ്ട് ജനിച്ചതെന്ന് പറഞ്ഞാൽ അതിന് അസുരം ഫസുരൊന്നുമില്ല, അതല്ല വ്യാജം. പങ്കജം, ജം എന്ന് പറഞ്ഞാൽ ജനിച്ചത്, പങ്കം എന്ന് പറഞ്ഞാൽ ചളി, പങ്കജം എന്ന് പറഞ്ഞാൽ താമരപ്പൂ, ചളിയിൽ ജനിച്ചത്. അപ്പൊ വ്യായിൽ ജനിച്ചതാണ് ഇത് വ്യാജം. അപ്പൊ വ്യാമോഹം എന്ന് പറഞ്ഞാൽ മോഹിക്കാൻ പറ്റുന്നൊരു പുസ്തകം പോലെ പിന്നിലില്ല. അപ്പൊ എന്തായി, അമാനി തമന്നി. ഈ ചർച്ചിട്ട് നാളേക്ക് നെൽകൃഷി ഉണ്ടാവണം, ഇതിൽ വിളിച്ചാക്ക് കൊയ്യണം എന്ന് കാത്തിരുന്ന മുളക്കൂലല്ലോ. ഭൂമിയൊക്കെ കളച്ച് ചായച്ച് വെള്ളം നനച്ച് വളം കൂട്ടി കളയെല്ലാം പറിച്ച് കളഞ്ഞിട്ട് വിത്തിട്ടിട്ട് എന്താകും ദിവസം പരിപാലിച്ചാൽ ഇത് മുളക്കണം എന്ന് പ്രതീക്ഷിച്ചിരിക്കാം. അത് റജാകാണ്. അപ്പൊ മഗ്ഫിറത്തിന്റെ അമാനി വെച്ചൂല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു. കയ്യിസ് എന്ന് പറഞ്ഞ ബുദ്ധിമാൻ, ബുദ്ധി സാമർത്ഥ്യമുള്ള മനുഷ്യൻ ആരാണ്? മൻ ദാന നഫ്സഹു, അവന്റെ നഫ്സിനെ എന്താക്കി, ദീനിന് കീഴ്പ്പെടുത്തി. ഒരു നിയമത്തിന്, നിയമേതാ ദീനിന് കീഴ്പ്പെടുത്തി. എന്നിട്ടോ അപ്പം ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ കഴിയൂല. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ഒന്നിലേക്ക് അമൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ എപ്പോഴും നിയമവിധേയനായി ജീവിക്കുകയും മരണത്തിന് ശേഷമുള്ളതിന് വേണ്ടി അമൽ ചെയ്താൽ അവനാരായി ബുദ്ധിജീവി. വൽ ആജിസ്, കയ്യിസിന്റെ നേരെ ഓപ്പോസിറ്റാണ് മണ്ടൻ എന്ന് പറയാം. മൻ അത്ബഅ നഫ്സഹു ഹവാഹ, ഇവന്റെ നഫ്സിനെ അതിന്റെ ഹവാക്ക് പിന്നാലെ നടത്തി. അപ്പൊ ഹവ എന്താ കൽപ്പിക്കുക? അപ്പൊ നിയമമില്ല. തടി ഹവ എന്താ പറയുന്നത് അത് തന്നെ നിയമം. അപ്പൊ ഇത് പോയി, ദാന നഫ്സഹു എന്നത് പോയി.
വതമന്ന അലല്ലാഹിൽ അമാനിയ, അള്ളാഹിന്റെ മേലിൽ ഒരുപാട് വ്യാമോഹങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ട്. എന്താണ്? ഇന്നല്ലാഹു ഗഫൂറുർ റഹീമാണ്, അവൻ്റെ റഹ്മത്ത് വിശാലമാണ്, ആ വിശാലത്തിൽ ഞാനൊന്നും പുറത്തു പോകില്ല, അങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നു. പറഞ്ഞ ന്യായം കണക്കാ. എന്നാ പിന്നെ ആ അമാനി എന്താ കച്ചവടത്തിൽ വരാത്ത? അള്ളാഹു റസാഖാണോ എന്നുണ്ട്. അസ്മാനുസ്നബി റസാഖ് എന്നൊരു പേരുണ്ടല്ല. ആടെത്തുമ്പോൾ രാവിലെ പോകണം, തുറിയിട്ടില്ല, വീട്ടിയിട്ടില്ല, ചാവടിച്ചിട്ടില്ല, പല്ല് അടച്ചിട്ടില്ല, തൊഴിൽ കിട്ടിട്ടില്ല, സ്ഥലേ 18 മണിക്കൂറായി ഞാൻ നിൽക്കുന്നു, മുട്ട് മടക്കാൻ സമയം ചെയ്തിട്ട് കച്ചവടത്തിൻ്റെ തിരക്ക്. ആടെ അല്ല റസാഖല്ലേ, പിന്നെ ഇത്ര നയിച്ച്. അപ്പൊ റസാഖിന്റെ വിഷയത്തിൽ ഇല്ലാത്ത ഷുഹൂദ് ഗഫാർ എന്നുള്ള വിഷയത്തെ എങ്ങനെ കിട്ടി? അങ്ങനെ ഉണ്ടാവോ? എന്നാ ഇവിടെയല്ലേ കിട്ടേണ്ടത്. അതുകൊണ്ട് ഉമ്മാരെ വയറ്റിൽ 3 മടക്കാക്കിയുള്ള സമയത്ത് റിസ്ക് കിട്ടിയില്ല. അമാനിയിൽ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹിയ മാ യഖൂലുഹു ബഅദുൽ മഗ്റൂരീൻ, മഗ്റൂരീങ്ങളായി ചതിയിൽപ്പെട്ടു പോയ ചില ആള് പറയും, ഇന്നല്ലാഹ ഗനിയ്യുൻ അന്നാ, നമ്മളെ തൊട്ട് അല്ലാഹു തആല ഗനിയാണ്. ശരിയല്ലേ? ആർക്കാ എതിർപ്പുള്ളത്? വഅന്ന അഅമാലിന, നമ്മുടെ അമലിനെ തൊട്ടും അല്ലാഹു തആല ഗനിയാണ്. നമ്മുടെ അമലൊന്നും അല്ലാഹുക്ക് വേണ്ട, ഒന്നും കുഴക്കില്ല. വഖസാഇനുഹു മംലൂഅത്തുൻ ബിൽ ഖൈരി, അല്ലാഹുവിന്റെ ഖസാന ഖൈർ കൊണ്ട് നിറക്കപ്പെട്ടതാകുന്നു. ശരി തന്നെയാണല്ലോ. വറഹ്മത്തുഹു വസിഅത് കുല്ല ഷൈഇൻ, അവന്റെ റഹ്മത്ത് എല്ലാത്തിനെയും വിശാലമാക്കിയതാകുന്നു. അത് ശരി തന്നെ അല്ലേ? പക്ഷേ മാ ഇസ്റാറിഹിം അലാ ഫിഅലിൽ മആസി, ഇവർ നിലനിന്ന് പോകുന്നുണ്ട്, തുടർന്നു പോകുന്നുണ്ട് മഅസിയത്ത് ചെയ്യലിന്റെ മേലിലും വതർക്കിൽ വാജിബാത്തിൽ ഉപേക്ഷിക്കുന്ന വിഷയത്തിലും. എന്നിട്ടാണ് ഈ പറയുന്നത് വഹാദിഹി കലിമത്തു ഹഖിൻ, പറഞ്ഞതൊക്കെ ഹക്കായ കലിമത്ത് തന്നെ, ആർക്കും എതിർപ്പൊന്നുമില്ല. പക്ഷെ ഉരീദ ബിഹാ ബാത്തിൻ, അത് ഉദ്ദേശിക്കപ്പെടുന്നത് ബാത്തിലാണ്. അതിൽ അമാനി എന്ന് പറയില്ലേ, ഉമ്മിയത്ത്. അമാനി എന്ന് പറഞ്ഞ നാടുകളിലേക്ക് പോലെ പിന്നെ ഉസ്താദ് അങ്ങനെ പറഞ്ഞു വരണ്ട. അടി തുടങ്ങിയ കാലത്ത് മദ്രസയിൽ ഇതത് ഖുർആനുണ്ടോ ബനാത്ത് നാട്ടല്ലേ അപ്പോൾ അവൻ 2 ബാല്യക്കാര് ഉസ്താദിനെ അടിച്ച്. അപ്പോൾ ബനാത്ത് ബാലൻ എന്തോ പറയാനാണ് കളി. قال سيدنا الحسن البصري رضي الله عنه പറയുന്നു, ഇയ്യാകും വഅമാനിയൽ മഗ്ഫിറ, അതാ മഗ്ഫിറത്തിന്റെ ആ വ്യാമോഹമുണ്ടല്ലോ, അത് സൂക്ഷിക്കണേ. മിൻ ഗൈരി സഅയിൻ ലഹാ, മഗ്ഫിറത്തിന് വേണ്ടി അധ്വാനിക്കാതെ കണ്ട് അതിങ്ങനെ വന്നു ചേരും എന്ന് വിചാരിക്കണ്ട. ഫഇന്നഹാ ഖദ് ലഇബത് ബിഅഖ്വാമിൻ, ചില കൗമിനെ കൊണ്ട് അത് കളിച്ചിട്ടുണ്ട്. ഏത്? ഈ അമാനി. ഹത്താ ഖറജൂ മിനദ് ദുനിയ, അങ്ങനെ അവർ ദുനിയാവിൽ നിന്ന് പുറത്തു പോയത് മഫാലീസ, മുഫ്ലിസീങ്ങളായിട്ടാണ് പുറത്തു പോയത്. അതൊന്നും പൈസ ഇല്ലണ്ട. ഞാൻ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ മിനൽ അഅമാലി സാലിഹാൻ, സാലിഹായ അമലിനെ തൊട്ട് മുഫ്ലിസീങ്ങളായിക്കൊണ്ട് പാപ്പറായിക്കൊണ്ടാണ് പുറത്തു പോയത്. ഏത്? ഈ അമാനിയും വെച്ച് നടന്നിട്ട്. അതാണ് ഖത്താൻ ഇമാം ചോദിച്ചത്, അവിടെ വെച്ച് പുലർത്തുന്ന അമാനി കച്ചവടത്തിൽ വെച്ച് പുലർത്താത്തതിൻ്റെ. وقال أبو سعيد الخراز رضي الله عنه, വലിയ ലോകപ്രസിദ്ധനായ ആളാണ്. മൂപ്പർ ചരിത്രം തന്നെ വലിയ ചരിത്രം. ചരിത്രം പറഞ്ഞുതരാം, അടിയിലുണ്ട്. അൽ ഇമാമുൽ ഖുദവത്തു അൽ വലിയുൽ കബീർ അബൂ സഈദ് അഹ്മദ് ബിൻ ഈസ അൽ ബഗ്ദാദി അൽ ഖറാസ് റളിയല്ലാഹു അൻഹു. വഫാത്തപ്പന്നത് 277. കുറേ മുമ്പായി. അവർക്ക് ശേഷമാണ് ജുനൈദുൽ ബഗ്ദാദി. ജുനൈദുൽ ബഗ്ദാദിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട അല്ല ഉസ്താദുമാരിൽപ്പെട്ട ആളാണ് അൽ ഇമാമുൽ ഖുദവ. ഖറാസ് എന്ന് പറയുന്നത് അൽ ഖറാസ് എന്ന് പറഞ്ഞ അബൂ സഈദ്, അത് സുന്നത്തില്ലേ, സുന്നപ്പണി, അതാണ് ഖറാസ്. ലുഖിബ ബിൽ ഖറാസ് ലിഅന്നഹു കാന യഅമലു ഫീ സനാഅത്തിൽ ജിൽദി, തോല് കൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും, പാത്രങ്ങൾ, ഷൂ ഉണ്ടാക്കും,
അതുപോലെ തന്നെ ബാഗ് ഉണ്ടാക്കും, തുന്നപ്പണി എടുത്തിട്ട് ഇങ്ങനെ കുത്തിച്ച്. അതുകൊണ്ടാണ് ഖറാസ് എന്ന പേര് വന്നത്. ഖറസ അഹദു കിബാറുൽ ആരിഫീൻ, ആരിഫീങ്ങളായ മഹാന്മാരുടെ ഒരു നേതാവാണ്. വഅവ്വലു മൻ തകല്ലമ ഫിൽ ഫനാഇ വൽ ബഖാ, സൂഫിയാക്കളെ കുറേ ഇസ്ലാഹുണ്ടല്ലോ, ഫനാ, ബഖാ, ജംഅ്, വസ്ൽ എന്നൊക്കെ പറഞ്ഞു 1000 ഇസ്ലാഹുണ്ട്. അതിൽ ആദ്യമായി സംസാരിച്ചത് മൂപ്പറാണ്. 1000 കലിമത്തുണ്ട്, അതിനായിട്ട് ഡിക്ഷണറി ഉണ്ട്. സാഹിബ് സരീസഖത്തി റളിയല്ലാഹു അൻഹു സാഹിബാണ് എന്ന് പറയുമ്പോഴോ ജുനൈദുൽ ബഗ്ദാദിയുടെ കാരണൂറും ശൈഖുമാണ് സരീയ്, ഓരോ കൂട്ടത്തിലുള്ള ആളാണ്. വദന്നൂനിൽ മിശ്രി വൽ ഹാഫി അല ബിശ്റുൽ ഹാഫി, ഇവരെല്ലാം യുർവ അനിൽ ജുനൈദി, ജുനൈദ് തങ്ങളെ തൊട്ട് പറയുന്ന അന്നഹു ഖാല, ജുനൈദ് തങ്ങൾ പറഞ്ഞതേ, ലൗ താലബനല്ലാഹു ബിഹഖീഖത്തി മാ അലൈഹി അബൂ സഈദ് ലഹനക്നാ, അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഉള്ള ഒന്ന് അതിൻ്റെ ഹഖീഖത്ത് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഹലാക്കായി. കാരണം അതൊക്കെ നമുക്ക് കഴിയൂല. അർച്ചെന്തെങ്കിയോ പറഞ്ഞെന്തല്ലോ വലുതുണ്ടാക്കാല. അനറബുക്കുമില്ലാന്ന് ഫിറോമൻ അതൊക്കെയാണ് വലുതെന്താ പറയുന്നത്, അതിൻ്റെ ഹഖീഖത്ത്. അപ്പം അബൂ സഈദിന് നൽകിയ ഹഖീഖത്ത് നമ്മളോട് പോകണമെന്ന് അല്ലാഹു തആല പറഞ്ഞു പോയെങ്കിൽ നമ്മ ഹലാക്കാവും. ഫഖീലി ഇബ്രാഹിം ഇബ്നു ശൈബാൻ തങ്ങളോട് ചോദിച്ച്, എന്താ മാ കാന ഹാലുഹു, ഈ ഖറാസിന്റെ അവസ്ഥ എന്തായിരുന്നു? ഫഖാല അഖാമ സിനീന, കുറേ കൊല്ലം കഴിഞ്ഞുകൂടി, മാ ഫാതഹുൽ ഹഖ് ബൈനൽ ഖർസതൈനി, ഖർസതൈന സൂചിയുണ്ട്, ഇതിൻ്റെ ഇടവേളയിൽ പോലും അവർക്ക് ഹക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം അന്നേരം തന്നെ കൊല്ലാനോ പോകാനില്ല. അത്രയും സമയം അല്ല. ഞാൻ പറഞ്ഞ കാതേറെ പറ്റി പറഞ്ഞത്, നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ 30 ദിവസം കൊണ്ട് പിടിച്ചിട്ടുണ്ടാവും. ആ അധ്യായത്തിൽ അങ്ങോട്ട് പോകും. മറന്നോട്ടിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഒന്നും ഓർമ്മയില്ലാണ്ട് നിൽക്കുമ്പോഴോ കയറി ഇരിക്കുന്ന അറിയില്ല, കിടക്കും മറിക്കും. ഇടക്കിടക്ക് നിസ്കാരം ആംഗ്യം കാട്ടില്ല. ഓർമ്മയില്ലാത്ത അവസരത്തിൽ പോകാൻ നമുക്ക് കുറേ കാത്ത് പുരക്കാർ വന്ന് അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. വന്നിട്ട് നോക്കും. അപ്പോൾ 2 ഹർദത്ത് ഒന്ന് കുട്ടികളെ പിടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ പോലും അവർക്ക് ഹക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ ഒരു സെക്കൻഡ് ജീവിതം പാഴാവാത്ത നേതാവ്. മൂപ്പതാ പറയുന്നത്, മന്ദന്ന അന്നഹു ബിജിഹുദിഹി യസിലു, ഇവൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ വാസിലാകും എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫഹു മുതഅന്നി, അത് പാടുപെടുന്ന ആളാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ തൗഫീഖില്ലാതെ കണ്ട് ഇവൻ്റെ അധ്വാനം കൊണ്ട് എങ്ങനെ എത്തുന്നു? ഇനി അധ്വാനിക്കാൻ പറഞ്ഞ സ്ഥലത്തും അധ്വാനമില്ലാതെ അള്ളാഹ് നടത്തുമെന്ന് പറഞ്ഞാൽ മുത്തമന്നി. അപ്പം എന്ത് വേണം? അധ്വാനം ഇംതിസാലിന് വേണ്ടി വേണം. അള്ളാഹ് മരുന്ന് പിടിക്കാണ്ട് വ്യക്തം മാറ്റുമെന്ന് അല്ലാതെ ചെയ്യും. മരുന്നുകൊണ്ട് മാത്രം വ്യക്തം മാറുമെന്ന് പറഞ്ഞാൽ കുഫറും വരും. ഒരു ഭാഗത്ത് മരുന്ന് കുടിച്ചോ അള്ളാഹ് മാറ്റുമെന്നും പറഞ്ഞോ, എന്നാൽ തൗഹീദിൻ്റെയും അബ്ദിൻ്റെ ഫീലിനിടയിൽ ഒരുമിച്ച് കൂട്ടിയില്ലേ? അതാ പറയുന്ന വമൻ വന്ന അന്നഹു ബിജൂനിൽ ജഹദി, ഒരു അധ്വാനവുമില്ലാതെ ഉണ്ട് എന്താക്കും അവനെത്തുമെന്ന് വെച്ചാൽ, യസിലു എത്തുമെന്ന് വെച്ചാൽ മുത്തമ്മന്നിൻ, അവൻ തമ്മന്നിക്കാരനാണ്. ഒന്ന് ഇഫ്രാത്തായി ഒന്ന് റഫീത്തായി. ഖാല ശഹർ ബിൻ ഹൗശബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരാണത്? അബൂ സഈദ് ശഹർ ബിൻ ഹൗശബിൽ അസ്അരി ശാമി. ഹിജ്റ 100 വഫാത്ത്. അയാള് മൗല സഹാബിയത്തി അസ്മാ ബിൻതി യസീദ് അൽ അൻസാരി, അതാ സഹാബിയായ അസ്മാ ബീവി. ഏത് അസ്മാ? പലരുണ്ട്. ബിൻത് യസീദ് അൽ അൻസാരി, അൻസാരിയത്തു അസ്മായി നസിബത്തെ യസീദ് അൽ അൻസാരിയത്ത്. കാന മിൻ കിബാരി ഉലമായി താബിഈൻ, താബിഈങ്ങളായ ഉലമാക്കളിൽ വലിയ കിബാറിൽപ്പെട്ടവരാണ് അത്. ഈ ഷഹർ
ഖറഅൽ ഖുർആന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മർറാത്തിൻ. ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുത്ത് പോയിട്ട് ധാരാളം തവണ ഖുർആൻ ഓതിയിട്ടുണ്ട്. വഅഖദ അൻ ഇബ്നു ഉമർ തങ്ങളുടെ വക്കൽ നിന്ന് ഇൽമു പഠിച്ചു. വജമാഅത്തിൻ മിന സ്വഹാബത്തി റളിയല്ലാഹു അൻഹുവിന്റെ വലിയ സംഘത്തിൽ നിന്ന് ഇൽമു പഠിച്ചവരാണ് ആര്? സഹ്ർ ബിൻ ഹൗശബ്. തലബുൽ ജന്നത്തി ബിലാ അമലിൻ, ഒരമലും ചെയ്യാതെ കണ്ട് സ്വർഗം തരണം എന്ന് പറഞ്ഞാൽ അത് ദമ്പും മിനദ്ദുനൂബ്, ദോഷങ്ങളിൽപ്പെട്ട ഒരു ദോഷമാണ് അല്ലേ? വലാകിന്നഹുമാ, പക്ഷെ ജിദ് മുജാഹദ എന്ന് പറഞ്ഞ സാധനയില്ലേ, ലാ യൂസിലാനി, അത് എവിടത്തേക്ക് എത്തിക്കുകയും ചെയ്യില്ല. ഇലാശായി എന്താ പറഞ്ഞ പണിയെടുക്കലാണ്. വന്തിനാറു ശഫാഅത്തി ബിലാ സബബിൻ, ഒരു ബന്ധവുമില്ലാത്ത, എന്ത് ബന്ധം? ഈ ഷഫീഇന്റെയും മുഷഫീന്റെയും ഇടയിലുള്ളൊരു ബന്ധം വേണ്ടേ? അങ്ങനെ ഒരു സബബുമില്ലാതെ കണ്ട് ഇന്തിനാറ് ഷഫാഅത്തിനെ പ്രതീക്ഷിക്കാന്നുള്ളത് നൗഉം മിനൽ ഖുറൂറിൽപ്പെട്ടതാണ്. അത് തങ്ങളെ വാക്കലിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാക്കലിന് ഷഫാഅത്ത് പ്രതീക്ഷിക്കും. തങ്ങൾ ഷാഫിയാണ്, നമ്മൾ മുസഫാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ബന്ധവുമില്ല. ഏറ്റവും ചുരുങ്ങിയത് തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ആമെന്ന സദ്ദക്കിനാൻ്റെ ബന്ധമെങ്കിലും വേണ്ടേ? ഒന്നുമില്ലാതെ കണ്ട് ഷഫാഅത്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഖുറൂറാണ്, കിട്ടൂല. വർത്തിജാഉർ റഹ്മത്തി, റഹ്മത്തിനെ ആഗ്രഹിക്കൽ, മിമ്മൻ ലാ യുതാഉ, വെളിപ്പെടാത്തവൻ, വെളിപ്പെടുത്തുന്നില്ല. ഇവൻ മുത്തീഉം അല്ലാഹു തആല മുത്താഉ അല്ലേ? ആ മുത്താഇൻ്റെ ആളെ മക്കൾ നിന്ന് വെളിപ്പടം കൊടുക്കാതെ കണ്ട് റഹ്മത്ത് പ്രതീക്ഷിക്കൽ ഹുംകുൻ വജഹാലത്തും, അത് ഹമാക്കത്തും ജഹാലത്തുമാണ്. വഖാല ശിബിലി റഹ്മഹുല്ലാഹ് പറഞ്ഞു, ലാ ബുദ്ദ മിനൽ ജിദ്ദി വൽ മുജാഹദ, ജിദ് മുജാഹദ വേണം. ഇപ്പം മരുന്ന് കുടിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ വേണം. വലാകിന്നഹുമാ, പക്ഷേ ജിദ് ഇജ്തിഹാദ് എന്നുള്ളത് ഇവൻ്റെ കയ്യിലാണ് അല്ലേ? അത് ലാ യൂസിലാനി ഇലാ ശൈഇൻ മിനൽ ഹഖീഖ, ഹഖീഖത്തിൽപ്പെട്ട ഒരു ശൈഇലേക്ക് എത്തിക്കില്ല. ഹഖീഖത്തിൽ നമുക്ക് നടപ്പിലാവേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഇതൊരു അഖീദിയ പറഞ്ഞു വരുന്നത്. കാരണം ലിഅന്നഹാ മുംതനിഅത്തുൻ അൻ തുദ്റക ബിജിദ്ദിൻ വജ്തിഹാദിൻ, ജിദ് ഇജ്തിഹാദ് കൊണ്ട് എത്തിക്കപ്പെടലിനെ തൊട്ടത് തടഞ്ഞു നിൽക്കുകയാണ് ഏത്? ഹഖീഖത്ത് എന്നുള്ളത്. വഇന്നമാ ഹിയ മവാഹിബു, അത് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ഓശാരമാണ്. യസിലുൽ അബ്ദു ഇലൈഹ, അതിലേക്ക് അബ്ദ് എത്തിച്ചേരും. എങ്ങനെ? ബിഈസാലിൽ ഹഖ് ഇയ്യാഹു, ഹഖ് സുബ്ഹാനഹു വ തആല ഇവൻ എത്തിക്കുന്ന കാരണത്താൽ എത്തും. ലാ ഗൈറു, പറന്നില്ല. അത് അമല് അമൽ എന്നുള്ള എത്തിക്കൂല. അടുത്ത കുടിക്കലുകൊണ്ട് വ്യക്തം മാറൂല, അന്ന് മാറ്റെങ്കിലേ മാറുള്ളൂ. ഖാല ബഅദുഹും, ചിലർ പറയുന്നു, ഇന്നല്ലാഹ തആല ലമിന ലന ദുനിയ, ദുനിയാവ് തരാമെന്ന് അല്ലാഹു തആല നമുക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. വ തലബ മിന്നൽ ആഖിറ, ആഖിറത്തിലേക്ക് നിങ്ങൾ കോപ്പൂട്ടിക്കൊള്ളുകയും എന്താക്കി നമ്മളോട് കൽപ്പിച്ചിട്ടുമുണ്ട്. ഇത് തിരിച്ചാക്കി എത്ര സുഖമായിരുന്നു. ഏതായിട്ട് അത് വരാൻ പോകുന്നേ ഉള്ളൂ. ഫലൈതഹു ലമിന ലനൽ ആഖിറ, ആഖിറം വെറുതെ തരാമെന്ന് അല്ലാഹു തആല ഏറ്റെടുക്കുകയും ദുനിയാവ് തേടിക്കുകയും ചെയ്തെങ്കിൽ എത്ര നന്നായേനെ. അശാറ ബിദാലിക, ഇത് എന്തായി പറഞ്ഞത്? ഇലൽ ആയതൈനി അൽ ഉലാ ഖൗലുഹു തആല വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം. എത്ര എത്ര ദാബത്തുണ്ട്, അതിങ്ങനെ പോകുന്നെങ്കിൽ റിസ്ഖും കെട്ടി നടക്കുന്നില്ലല്ലോ. ഇങ്ങനെ പോത്ത് ഒട്ടക ആടെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളവും ഒരു പാത്രത്തിൽ ചോറും മറ്റേ കൂട്ടാനും പൊച്ചിയും കെട്ടിക്കൊണ്ടാകും നടക്കുന്നു. ആ തഹമിൽ റിസ്ഖാ, പക്ഷെ അതിന് ചെലവ് ചെയ്യുന്നുണ്ട്. അല്ല, അല്ലാഹു യർസുഖുഹാ. ഈ കൂട്ടത്തിൽ മനുഷ്യന്മാരെ മാത്രമല്ല കെട്ടിനെടുക്കുന്നുണ്ട്. അതാണേത്? അള്ളാഹു ദുനിയാവ് നമ്മെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞതിനർത്ഥം. വസ്താനി, രണ്ടാമത്തെ ആയത്തേതാ? വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, സൂറത്തുൻ നജ്മിലെ 39.
മനുഷ്യന് കിട്ടൂലല്ലോ അവൻ അധ്വാനിച്ചതിന്റെ ഫലമല്ലാതെ. ഇന്ന് പോയത്തക്കാർ പിടിച്ചെന്താന്ന് മെച്ചാക്ക് യാസീൻ ഓതിയാലോ നിക്കർ ചൊല്ലിയാലോ ഒന്നും കിട്ടൂല. അങ്ങനെ അതിനർത്ഥമുണ്ടെങ്കിൽ അത് ഇവൻ ഓശാരമായി കൊടുക്കാൻ കിട്ടുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, ടിക്കറ്റിന് പൈസ ഇല്ലാത്തൊക്കെ യാത്ര ചെയ്യാൻ കഴിയോ? കണ്ടക്ടർ വന്നിട്ട് TTR പിടിച്ചോണ്ടപ്പം കണ്ടക്ടർ പുറത്താക്കും അല്ലേ? അപ്പം എന്താക്കുക, ടിക്കറ്റ് ഇല്ലാത്തൊക്കെ യാത്ര ഇല്ല എന്നാണ് ഇത് പറഞ്ഞത്. വൈലൈസലിൽ ഇൻസാൻ ഇല്ല മാസാൻ. ഒരാൾ ഞാൻ അതിൻ്റെ പൈസ കൊടുത്തിട്ട് അന്ന് കൊടുത്താൽ ആ ടിക്കറ്റ് കണ്ടക്ടർ വാങ്ങില്ലേ? അത് പക്ഷെ അതും കണക്കാക്കി ബസ്സിക്കാറുണ്ടാ. അത് ആരോ അവസാനം വിചാരിച്ചിട്ട് എന്താക്കിയെന്ന അയാളും കൂടെ രണ്ടാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏത് കൊടുത്താൽ കിട്ടും. പക്ഷെ കൊടുക്കുവോ? ആരാ ഏറ്റെടുത്തിന്? ഇനി കൊടുക്കാവുന്ന പക്ഷെ മുമ്പത്തെ 500 റുപ്യ കൊടുത്താൽ പറ്റൂല. ക്യാൻസലാക്കി 500 റുപ്യ കൊടുത്താലും കണ്ടക്ടർ വാങ്ങില്ല. അതുപോലെ കാലുമാത്രം യാസയും കൊടുത്താൽ മയത്തിന് കിട്ടൂലല്ലോ. ഏറ്റെടുത്തെന്ന് പറഞ്ഞ എന്താണ്? അത് എൻ്റെ റിസ്ക്കാണ്. ലാ തുംകിനുൽ ഇബാദത്തു വ ഇഖാമത്തു ഹുഖൂഖില്ലാഹി ഇല്ലാ ബിഹി. അള്ളാഹുവിൻ്റെ ഇബാദത്തും അവൻ്റെ ഹക്ക് നിലനിർത്തിപ്പോക്കും ആ റിസ്ക് കൊണ്ടല്ലാതെ കഴിയൂല എന്നതാണ് അന്ന് ഏറ്റെടുത്തത്. നല്ലാണ്ട് ആർഭാടത്തോടുകൂടി 10 റോട്ടി തരാനും മാർക്കറ്റിലുള്ള മീൻ ലേശം പൊരിച്ചിട്ടും പരത്തിയിട്ടും പിന്നെ കൊണ്ടുതരാനും 100 തട്ട് ബിൽഡിംഗ് ഉണ്ടാക്കി തരാം, അതൊന്നും അല്ലാതെ മദ്മൂന റിസ്കല്ല. ചിലർ മനസ്സിലാക്കിയ ഞാൻ ആഗ്രഹിക്കുന്ന സംവിധാനം ചെയ്യുന്ന ഇതാണ് അല്ല ഏറ്റെടുത്തത്. അത് ഏറ്റെടുത്തിട്ടുമില്ല. അവിടെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. മദ്മൂനായ റിസ്ക് വേറെ, നീ ആഗ്രഹിച്ചുണ്ടാക്കുന്ന റിസ്ക് വേറെ. അത് അന്നായിട്ട് അറിവുണ്ടാക്കുന്നത്. അപ്പോൾ പലയിടത്ത സമയത്ത് അങ്ങനെ പറഞ്ഞു, ആവശ്യമുള്ളതുണ്ടാക്കിയാൽ അല്ല നിന്നെ സഹായിച്ചെന്ന് ആവർത്തിച്ചത്. നീ ചിന്തിക്കൊന്നും വേണ്ട. നീ പലതും ആർഭാടങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ നടത്തിക്കൊള്ളാം, അല്ല എടുക്കില്ല. അപ്പൊ നമ്മ ഇന്ന് വിചാരിക്കും നല്ല റിസ്ക് ഏറ്റെടുത്ത് 2010 നില ഉണ്ടാക്കി തന്നിട്ടില്ല. അന്ന് നേരിട്ടില്ലല്ലോ. ഇനി ഏറ്റ പട്ടിക മദ്മൂന് വേറെ റിസ്ക് പലതുണ്ട്. മദ്മൂനുണ്ട്, മഖസൂമുണ്ട്, മംലൂക്കുണ്ട്, മൗഊദുണ്ട്. അപ്പം അവന്റെ ജീവൻ നിലനിർത്തുവാനും അള്ളാന്റെ ഹക്ക് വീടാനും ആവശ്യമായ എന്ത് റിസ്ക്കാണോ അതാ മദ്മൂന്. വല്ലദീ തലബഹുല്ലാഹു മിനൽ അബ്ദി, അബ്ദിന്റെ വക്കൽ നിന്ന് അല്ലാഹു തആല തേടിയെന്താണ്? ഹുവൽ അമലു സ്സാലിഹു അല്ലദീ യുതവസ്സലു ബിഹി ഇലാ സആദത്തിൽ ആഖിറതി, ആഖിറത്തിലുള്ള വിജയത്തിലേക്ക് എത്തിച്ചേരാവുന്ന സ്വാലിഹായ അമൽ ചെയ്യണമെന്നാണ് ഇവനോട് തേടിയത്. വൽ ഖുർബ് മിനല്ലാഹി ജല്ല വഅല, അല്ലാഹനെ കൊണ്ട് അടുപ്പിക്കൽ ആവശ്യമായ കാര്യം. ഖാല ഇബ്നു അത്താഇല്ലാഹി റളിയല്ലാഹു അൻഹു, നമ്മുടെ സിക്കന്ദർ ഇമാം റളിയല്ലാഹു അൻഹു തൻബീറിൽ പറഞ്ഞു. തൻബീറും ഹിക്കമും തമ്മിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് പോവുകയാണ്. അതാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹിക്മ എന്നുള്ളതൊരു മത്തനാക്കിയിട്ട് കൊടുത്തു. അതിൻ്റെ വ്യാഖ്യാനമാണ് യഥാർത്ഥത്തിൽ തൻവീർ. ചിലന്താക്കും ഹിക്കമൻ അങ്ങനെ തന്നെ മൂപ്പർ ഉദ്ദേശിച്ചതുപോലെ തൻവീറിൽ വ്യാഖ്യാനിക്കും. എന്നിട്ട് പറയുന്നത് ആ കോലത്തിൽ എല്ലാ ഹിക്കമിൻ്റെ എല്ലാ ഭാഗം വ്യാഖ്യാനിച്ചെങ്കിൽ മറ്റുള്ള ആൾക്ക് പണിയുന്നുണ്ടാവില്ല. ചിലരെന്താക്കുന്നറിയോ, ഈ ഹിക്കമിൻ്റെ മത്തിനോട് എന്താ ഉദ്ദേശിച്ചത് തൻവീറിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഇതിൽ പറയുന്ന ഒന്നതാ, ഇത് ഇജ്തിഹാദുക ഫീമാ ളുമിന ലക വതഖ്സീറുക ഫീമാ തുലിബ മിൻക ദലീലുൻ അലാ ഇൻതിമാസിൽ ബസീറതി മിൻക എന്ന മൂന്നാമത്തെ ഹിക്മത്താണ്. ഇജ്തിഹാദുക ഫീമാ ളുമിന ലക, നിനക്ക് അല്ലാഹു തആല ജാമ്യം നിന്ന് ഞാൻ തരാമെന്ന് ഏറ്റെടുത്ത് കാര്യത്തിൽ നീ കൈയടത്തിയിട്ട് പണ്ടെടുക്കുന്നു. ഒന്ന് അപ്പം വേണ്ടാത്ത പണിയായി. വതഖ്സീറുക ഫീമാ തുലിബ മിൻക, നിന്നോട് ആവശ്യപ്പെട്ട് ഏൽപ്പിക്കപ്പെട്ടൊരു പണിയുണ്ട്, ആ പണി തഖ്സീർ.
അപ്പം പണി എന്തായിന്നറിയോ, നേരെ ഏറ്റെടുത്ത കാര്യത്തിൽ കൈയെടുത്തുനിന്ന് നിനക്ക് ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ നീ ഉപേക്ഷയും വരുത്തും. ഇത് ദലീലുൻ അലംതിമാസിൽ ബസീറത്തിന്, നിന്റെ ബസീറത്ത് കണ്ണ് പൊട്ടിയിട്ട് കുരുടായി എന്നതിന് ദലീലാണെന്നാണ് പറഞ്ഞത്. അപ്പം എന്താ ബസീറത്തിൻ്റെ 5 അവസ്ഥയിൽ ഒരവസ്ഥയിൽ പെടും. ബസീറത്തിന് 5 അവസ്ഥയുണ്ട്. ഒന്നിക്ക് പൊട്ടി കുരുടായിപ്പോയി. പൊട്ടിയിട്ടും കുരുടായിട്ടും ഒന്നുമില്ല, പക്ഷെ അതിങ്ങനെ നിർജീവമായി കിടക്കുന്നു. അപ്പം അതാ 2ാമത്തെ അവസ്ഥ. അപ്പം തന്നെ എന്താക്കും, അപ്പം 2 കഴിഞ്ഞ് തുറക്കപ്പെട്ടത് കുറച്ച് തുറന്നത്, കുറച്ചും കൂടി തുറന്നത്. അപ്പം 3 റൗലറ്റിന് 3 സ്വിച്ച് ഉണ്ട്. ഒന്ന് കുറച്ച് തുറന്ന് ഒരപ്പം ലേശം തിരിക്കും, ഈ 3 എണ്ണം. അപ്പം 5 ഇല്ലേ? തുറന്നത് 3 എണ്ണം, ഒന്ന് അടഞ്ഞു കിടക്കുന്നത്, പൊട്ടിയതിൻ്റെ തെളിവാണേത്? അതെ, അവകാശങ്ങൾ നേടിയെടുക്കാനാണ് അല്ലേ? ഇവന്റെ പണി നേടിയെടുക്കാൻ വിഷയത്തിലൊന്നുമില്ല, അതിനെ നേടി നടക്കുന്നു. ഏൽപ്പിക്കപ്പെട്ട പണി കൃത്യമായിട്ട് എടുക്കൂല, പക്ഷെ ശമ്പളം വിരാതി കിട്ടിക്കൊള്ളണം, ചോറ് കിട്ടിക്കൊള്ളണം, ശമ്പള വർധനമുണ്ടാകണം, അതിൻ്റെ അഡീഷണൽ കിട്ടണം. അതിൻ്റെ ഇതും ഇജ്തിഹാദുക ഫീമാ ളുമിന ലക വതഖ്സീറുക ഫീമാ തുലിബ മിൻക, അതന്നെ മുമ്പ് പറയുന്നത്. ففي قوله تعالى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك. ഇതായത്താണ് സൂറത്ത് താഹയിലുണ്ട്. നിന്റെ അഹ്ലുകാരോട് കൽപ്പിക്കണം, നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം, ആ നമസ്കാരത്തിന് വേണ്ടി സബൂറും ചെയ്യണം അല്ലേ? നിങ്ങളോട് റിസ്ക് നാം ആവശ്യപ്പെടുന്നില്ല, ഞാൻ തന്നോളൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട പണി എന്താ? നിസ്കരിക്കലും നിസ്കാരം കൊണ്ട് കൽപ്പിക്കലും. ചോറല്ല തരുമെന്നും പറഞ്ഞു. ഇതാ 2 കാര്യമുണ്ടെന്നാണ്. ഐ ഖും ബിഖിദ്മത്തിനാ, എന്തിൻ്റെ അർത്ഥം? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാന്റെ മാനയാണ്. അത് കുല്ലിയാക്കിയിട്ട് വെച്ച് ഖും ബിഖിദ്മത്തിനാ, നമ്മൾക്കുള്ള ഖിദ്മത്ത് കൊണ്ട് നീ നിന്നോ. നിസ്കാരം എന്നുള്ള ഒരു ജുസ്ഇയാണ്, ജുസ്ഇയിൽ നിന്നത് കുല്ലിയിലേക്ക് മടക്കി. വനഹനു നഖൂമു ലക ബിഖിസ്മത്തിനാ, നിനക്ക് തരാനുള്ള ഖിസ്മത്ത് ഞാൻ നൽകാം. അന്നേതാ നഹനു നർസുഖുക. ബഹുമാ ഷൈആനി, ഇവിടെ 2 സാധനമുണ്ട്. ഒന്ന് ഷൈഉൻ വമിനല്ലാഹു തആല ലക, അല്ലാഹു തആല നിനക്ക് വേണ്ടി തരാമെന്ന് ഏറ്റെടുത്ത കാര്യമാണ്. ഏതാ? 2ാമത് പറഞ്ഞത് നഹനു നർസുഖുക വലാ തത്തഹിമു, അത് തരാണ്ടായി പോവോ എന്ന് പറഞ്ഞിട്ട് അവനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന്. 2ാമത്തെ ഷൈഅ തലബഹു മിൻക, നിന്റെ പക്കൽ നിന്ന് അല്ലാഹു ആവശ്യപ്പെട്ട ഒന്ന്. ഏതാണ്? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി ഫലാ തുഹ്മിൽഹു, അതിനെ പാഴാക്കാനും പാടില്ല. അപ്പൊ ഫമനിസ്തഗല ബിമാ, ഇനി നേരെ ഒരാൾ തിരിച്ചു വെക്കും. ഫമനിസ്തഗല ബിമാ ളുമിന ലഹു, അല്ലാഹു ലാമിനാക്കപ്പെട്ട കാര്യം കൊണ്ട് ഏർപ്പെട്ട് അമ്മാ തുലിബ മിന്നു, ഇവനോട് ആവശ്യപ്പെട്ട കാര്യം ചെയ്യാതെ, ഫഖദ് അളുമ ജഹ്ലുഹു, അവന്റെ ജഹ്ല് വണ്ണമായിരിക്കുന്നു എന്നാണ്. എന്നല്ലേ ഇജ്തിഹാദുക ഫീമാ ളുമിന ലക, എന്നല്ലേ ഫമനിസ്തഗല ബിമാ ളുമിന ലഹു വതഖ്സീറുക ഫീമാ തുലിബ മിൻക, അതാണ് ഇത് അമ്മാ തുലിബ മിന്നു ദലീലുൻ അലാ ഇൻതിമാസിൽ ബസീറത്തി മിൻക എന്ന് പറഞ്ഞു. വത്തസഅത് ഗാഫിലതുഹു, അവന്റെ ഗാഫിലത്ത് വളരെ വിശാലമായി. വക്കല്ലയതനബ്ബഹ ലിമൻ യൂഖിലുഹു, ഇവൻ അതിന് വേണ്ടി ഉണർത്തി കൊടുക്കുന്ന ഒരാളിലേക്ക് എത്തിപ്പെടൽ വളരെ കുറവല്ല. ആളെടുത്തോ കത്തുന്നതിൽ എണ്ണ വീക്കാനല്ലാതെ കണ്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആളില്ലല്ലോ. ബൽ ഹഖീഖുൻ അലൽ അബ്ദി എന്ന് പറയുന്ന ഇനി നേരെയാക്കലാണ് വേണ്ടത്. മദ്മൂനായ കാര്യം കിട്ടുമെന്നും വെക്കുക. പിന്നെ ബൽ ഹഖീഖുൻ അലൽ അബ്ദിന്റെ മേൽ അവകാശപ്പെട്ടതാണ് അൻ യസ്തഗില ബിമാ തുലിബ മിൻഹു, അവനോട് തേടപ്പെട്ട കാര്യം കൊണ്ട് ശൂലാബുക അമ്മാ ദുമിന ലഹു, മദ്മൂനായ കാര്യത്തിന് വെച്ചിട്ട്. അപ്പം വഇദാ കാന അല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് റസഖ അഹ്ലൽ ജുഹൂദ്, അല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് തള്ളിപ്പറയുന്ന നിരീശ്വരവാദിക്ക് പോലും റിസ്ക് കൊടുക്കുമെങ്കിൽ ഫകൈഫ ലാ യർസുഖു അഹ്ലൽ ശുഹൂദ്, ശുഹൂദിന്റെ അഹ്ലുകാർക്ക് കൊടുക്കാതിരിക്കുമോ? വഇദാ കാന സുബ്ഹാനഹു വതആല ഖദ് അജ്റാ റിസ്ഖഹു അലാ അഹ്ലിൽ കുഫ്റാൻ,
കുഫ്റാനിന്റെ അഹലുകാർക്ക് അല്ലാഹു റിസ്ക് കൊടുക്കുമെങ്കിൽ കൈഫ ലാ യജ്രി റിസ്ഖഹു യുജ്രി റിസ്ഖഹു അലാ അഹ്ലിൽ ഈമാൻ, ഈമാൻ അഹലുകാർക്ക് കൊടുക്കാതിരിക്കുമോ? തൻമീനോട് ഓതിയ കിതാബാണ്, ലോകത്തോതാത്ത കിതാബെല്ലാം ഇവിടെ ഓതിപ്പോയിരുന്നുണ്ട്, എന്തോന്നറിയില്ല. വഖാല ബഅദുൽ ആരിഫീൻ പറഞ്ഞു മഖാമു തജ്രീദി വ മഖാമുൽ അസ്ബാബി, തജ്രീദിന്റെ മഖാമുണ്ട്, അസ്ബാബിന്റെ മഖാമുണ്ട്. മഖാം എന്നാൽ സിയാറത്തിന് ഒന്നത്തെ ലോകത്ത് കണക്കാക്കല്ലേ. മഖാം ഇബ്രാഹിം നബിയുടെ ഖബറാന്ന് എന്നോട് ബാധിച്ചു. നമൻ ഒന്നല്ല മഖാം നല്ല തന്നെ പറഞ്ഞു. എന്നാ പിന്നെ പറഞ്ഞു വല ജിലാല ഫിൽ ഹജ്ജ്, ഹജ്ജിലി തർക്കിക്കണ്ട. അപ്പൊ തജ്രീദിന്റെ മഖാമ് എന്ന് പറഞ്ഞാൽ ദുന്യാവിന്റെ ഒരു ശോലം എനിക്കില്ല, ഓരോ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അസ്ബാബ് എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത് കണ്ണ് തുറന്നത് മുതൽ രാത്രി ആവുന്നത് വരെ തിന്നാണ്ണം കുടിക്കാണ്ട് ഉണ്ടാക്കും. പണിയേ പണിക്കാനുണ്ടാവില്ല, നോമ്പുണ്ടാവില്ല, ഇരിക്കാനും കഴിയില്ല, തിന്നാനും കഴിയില്ല, ഒന്നും കഴിയില്ല. തിന്നുന്നതിന് ഇരുന്ന് തിന്നാൻ സമയമില്ല, കിടന്നുറങ്ങാനും സമയമില്ല. റൊട്ടി കഴിയുമ്പോഴേക്കും വന്ന് റൊട്ടി തിന്നുകൊണ്ട് ഇപ്പോഴത്തെ സാധനം തൂക്കിക്കൊണ്ട് നിൽക്കും. അതാ ഇരുന്ന് തിന്നാൻ സമയമില്ല, കിടന്നുറങ്ങാനും സമയമില്ല. ഇത് രണ്ടും മുത്തനാസിമാരിയാണ്, ഒരു നാണയത്തിൻ്റെ രണ്ട് വകുപ്പ് പോലെയാണ്. എന്തുകൊണ്ട്? ഇവന്റെ തജ്രീദിന്റെ കാര്യം നടക്കണമെങ്കിൽ ദുനിയാവിന്റെ അപ്പുറത്ത് നിന്ന് എന്തെങ്കിലും സമ്പാദ്യം ഇല്ലാണ്ടാക്കി കൂടെ കൊണ്ടുവരേണ്ടി. ഇവന്റെ ദ്വായും പറക്കത്തിന്റെ ഒരു അംശമാണ് എന്താക്കുന്നത് കൊടുക്കാൻ അപ്പുറത്തേക്ക് കിട്ടുന്നത്. കുടുംബത്തെ പോറ്റണം, അവൻ അന്ന് പറഞ്ഞിട്ടില്ലേ, പക്ഷെ അവനല്ല പോറ്റാൻ നല്ലതാണ്. കുടുംബത്തെ പോറ്റാൻ ഇത്തരെല്ലാം നീക്കണം, ഇരുന്നിട്ട് തിന്നിട്ട് പോറ്റിക്കൂടാ. നേരെ നമ്മളെത്തിട്ട് കക്കോസി കയറിയില്ല ഉസ്താദ് എന്ന് പറയുന്നത്, മുറുക്കി 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 പിടിക്കാന്നാ പറയുന്നത്. ഞാൻ പണ്ടും തേച്ചിട്ടില്ല. അതെങ്ങനെ പറയുന്നു? അങ്ങനെ കണക്കൊന്നുമില്ല, അവർക്ക് ഉണ്ടാവാം. അത് അതിലൊന്ന് സഹിയാവൂല മറ്റേത് കൂടിയാലല്ലാണ്ട്. അപ്പൊ തജ്രീദ് സഹിയാകണമെങ്കിൽ അസ്ബാബ് ഇപ്പത്തെ കൂടി നടക്കണം. പക്ഷെ ഇവന്റെ ഗെയിമിലല്ല. അസ്ബാബ് അപ്പുറം നടക്കണമെങ്കിൽ എന്ത് വേണം? തജ്രീദ് വേണം. ഓരോ ദ്വായും ബർക്കത്ത് ഇപ്പത്തേക്ക് എത്തും വേണം. അപ്പൊ സാഹിബുൽ മസ്ജിദി, സാഹിബുൽ മസ്ജിദ് അല്ല തജ്രീദിന്റെ ആള്, പള്ളിയിൽ തന്നെ കൂടുന്ന ആള് ലാ യസ്റു ഇല്ലാ ബി സാഹിബി സൂഖി, അങ്ങാടിക്കാരനെ കൊണ്ടില്ലാണ്ട് അയാൾക്ക് കാര്യം നടക്കൂല. ചെറുക്കത്തെ ടിഫിയിലേക്ക് ഇങ്ങനെ കൊണ്ടാണ്ട് ചെക്കൻ്റെ നടുവന്നൊടിഞ്ഞു പോകുന്ന ചോറും ആനത്തലയിൽ അടത്തണമെങ്കിൽ എന്ത് വേണം? ഒരുപാട് പെണ്ണുങ്ങൾക്ക് അപ്പുറത്തെ സാധനം കൊണ്ടുതന്നെ അവിടെ പാത്രം നിർത്തിയും കൊണ്ടു വിഷ്ണുവിലും ചെല്ലണ്ട, ചാടുക. സാഹിബ് സൂഖ് സഹിയാവൂല ഇല്ലാ ബി സാഹിബിൽ മസ്ജിദി, സാഹിബിൽ മസ്ജിദ് കൊണ്ടുവല്ലാണ്ട്. അതാണ് തീർന്നു. അള്ളാഹ്ക്ക് വെളിപ്പെടൽ എന്നുള്ളത് ഒരു ഇസ്സത്താണ്, ഒരു കറാമത്തുമാണെന്ന്. അല്ലാഹുമ്മ അഖ്രിജ്നാ മിൻ ദുല്ലി മഅസിയതിക ഇലാ ഇസ്സി തആതിക എന്നല്ലേ പറയും. ഖാല സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, ഉറപ്പിച്ച് എത്രയോ ചരിത്രം പറഞ്ഞു പോയി. മാ അക്രമത്തിൽ ഇബാദു അൻഫുസഹ, അടിമകള് അവരവരുടെ നഫ്സിനെ ഇക്റാമാക്കിയിട്ടില്ല. ബിമിസ്ലി ത്വാഅത്തില്ല, അല്ലാഹുവിന്റെ താഅത്ത് പോലാത്ത ഒന്നുകൊണ്ട് നഫ്സിനെ ഇക്റാമാക്കാനില്ല. വലാ അഹാനത്ഹ, നഫ്സിനെ നിസ്സാരപ്പെടുത്തിയിട്ടുമില്ല. ബിമിസ്ലി മഅസിയത്തില്ല, അല്ലാഹുവിന്റെ മഅസിയത്ത് പോലാത്ത ഒന്നുകൊണ്ട് നിസ്സാരപ്പെടുത്താനുമില്ല. വഖാല സയ്യിദുൽ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖസീദയിൽ وطاعته غنى الدارين فالزم وفيها العز للعبد الذليل وفي عصيانه عار ونار وفيها البعد من خزي وبيل وطاعته الله إن طاعة പറഞ്ഞാല് غنى الدارين, ഇത് വീട്ടിലുമുള്ള ഗിനയാകുന്നു. അതുകൊണ്ട് ഫൽസം, നീ അത് മുറുകെ പിടിക്കണം.
വഫീഹാ ആ ത്വാഅത്തിലുണ്ട് അൽ ഇസ്സു ഇസ്സുണ്ട് ആർക്ക് ലിൽ അബ്ദിൽ ദലീൽ നിസ്സാരനായ ദലീലായ അബ്ദിന് ഇസ്സ് കിട്ടുന്നത് ത്വാഅത്ത്. വഫീ ഇസ്യാനിഹി അവൻ്റെ ഇസ്യാനിലുണ്ട് ഇത് ത്വാഅത്തിൻ്റെ ഓപ്പോസിറ്റിൽ ആറുൻ അവന് അപമാനമുണ്ട് വനാറുൻ നരകവും ഉണ്ട്. വഫീഹൽ ബുഅദു അതിൽ അല്ലാഹനെ തൊട്ടുള്ള അകൽച്ചയുമുണ്ട്. മഖ്സിയും വബീലിൻ അപകടകരമായ പരാജയത്തിനോടൊപ്പം. അപ്പം 4 കാര്യമാണ് പറഞ്ഞത്. 6 നാറ് ബുഅദ് ഖിസി അതെല്ലാം രണ്ട് മാസത്തിലുമുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഹുകിയ അന്ന ജമാഅത്തൻ മിൻ അഹ്ലിൽ ഗഫലത്തി വത്തഖ്ലീത്ത് ഗഫലത്തിലും തഖ്ലീത്തും എന്ന് വെച്ചാൽ ചിലപ്പോൾ ഖൈറ് ചെയ്യും, ചിലപ്പോൾ ശർറും ചെയ്യും. ഇങ്ങനെ ഒരു വർത്തനവാദപ്പെട്ട ജീവിതമില്ലാത്ത കൂട്ടർ ഇജ്തമഉ ഫീ മൗളിഇൻ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. ഫബഅസു ശഖ്സൻ മിൻഹും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ അയച്ചു ബി20 ദിർഹമൻ 20 ദിർഹം കൊടുത്തിട്ട്. ഇതിനാ ലിയഖുദ ലഹും ബിഹാ മിനൽ ഫവാകിഹി വത്തീബ് നല്ല പഴവും അണ്ടിപ്പരിപ്പും അതും ഇതെല്ലാം വാങ്ങാൻ വേണ്ടി. ഇതൊക്കെ അതുപോലെ മജ്ലിസിലേക്ക് വാഹത്ത് കിട്ടണമെങ്കിൽ അങ്ങനത്തെ കൊട്ടാടം വയറ്റിലിട്ടിട്ട് തിന്നടല്ല. ഫലമ്മാ ദഹബ ഇല സൂഖ് ഇയാൾ 20 പോയി അങ്ങാടിയിലേക്ക് ലിയസ്തരി ലഹും ദാലിക് ഇങ്ങനത്തെ ഫാക്കിഹത്തും ഫ്രൂട്ടെല്ലാം വാങ്ങാൻ. വജദന്നാസ മുജ്തമിഈന അലാ ബിതീഖത്തിൻ ഒരു ബത്തക്കക്ക് വേണ്ടി ഒരുപാട് ആൾ ഒരുമിച്ച് ഒരു ബത്തക്ക വാങ്ങാൻ ധാരാളം ആള് തടിച്ചുകൂടിയിട്ടുണ്ട്. കൊല്ലും മിന്നും ഓരോരുത്തും ജുരീദ യസ്തരിഹ എനിക്ക് കിട്ടണമെന്ന് വെച്ചിട്ട് വാങ്ങാൻ ഓടി മത്സരം കൂടുക. എന്താണ് കാരണം? ലിഅന്ന ബിശ്ർ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ആ പഴത്തിന് തൊട്ടിട്ടുണ്ടായിരുന്നു. കാരണം ബത്തക്കൊക്കെ എന്തായി അങ്ങാടിയിൽ ഭയങ്കര ഡിമാൻഡായി. ലമസഹാബിയദിഹി അപ്പോൾ ത്വാഅത്തിൻ്റെ ഹരികാരിൽപ്പെട്ട ഒരു ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിനെ തൊട്ടത് കൊണ്ട് ആ പഴത്തിൻ്റെ മൂല്യടത്തി എന്ത് വില കൊടുത്തും വാങ്ങാൻ ആൾ ആ ബത്തക്ക വാങ്ങാൻ. ഈ വാങ്ങാൻ പോയാലുണ്ടല്ലോ വാങ്ങിയ ബില്ലദീ മഅഹു മിന ദിർഹം കൈമൽ 20 ഉണ്ടായിന് അത് കൊടുത്തിട്ട് വാങ്ങിയിട്ട് വദഹബ ബിഹാ ഇലാ അസ്ഹാബിഹി അസ്ഹാബിലേക്ക് പോയി. ബാദ നബത്ത അലൈഹിം വളരെ സമയം വൈകിട്ടാൻ പോയത് കണ്ണിടത്ത് കടിച്ചു പിടിച്ചു. ഫലമ്മാ ജാഅ ഇലൈഹിം ഇയാൾ ഒരു ബത്തക്കയുമായി വന്ന് വലൈസ മഅഹു ഇല്ലാ തിൽകൽ ബിത്തീഖത്തു ആ ബത്തക്ക അല്ലാണ്ട് വേറൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു ബത്തക്ക വാങ്ങാൻ ഇത്രയും സമയം ചിലവാക്കിയെന്നാൽ പിന്നെ ഓരോ ചോദ്യം. ഒരു ബത്തക്ക വാങ്ങാൻ പണ്ട് നമ്മൾ ഹോട്ടലിൽ കയറിയാൽ മതി. കോഴിക്കോട്ടെ ഹോട്ടലിൽ കയറി നമ്മേ ഉള്ളൂ, നമ്മൾ 4 ആൾ. ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ വഫാത്തായിട്ട് ആ ജനാസെല്ലാം കഴിഞ്ഞ് മടങ്ങുന്നു. ഒരു പള്ളയപ്പോൾ അതിന് ആയ കൂട്ടാനും കൂട്ടണമെങ്കിൽ 70 മിനിറ്റ് നമ്മളവിടെ ഇരുത്തിയിരുന്നു. 50 ചൂടാൻ പറ്റും, ചൂടുന്നല്ല 6 മണിക്ക് വിളിക്കായിരുന്നു. ഈ 70 മിനിറ്റ് ഓടിയിട്ട് ഏടാത്ത നമ്മൾ കണ്ണൂരേക്ക് എത്താം. ഞാൻ കണക്കൂട്ടിക്ക് 70 മിനിറ്റ്, 1 മണിക്കൂർ 10 മിനിറ്റ്. അപ്പോൾ ഇവിടെ ആൾ തടിച്ചു കൂടി ഭയങ്കരമായ തിരക്കാണെങ്കിൽ ഓരോരുത്തർ എത്ര ആഴ്ച ഇരിക്കേണ്ടി ഒരു ചോറിട്ടാൻ. അത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ അതൊരു അടവാണ്. ഇതുപോലെ ഭക്ഷണം കിട്ടാത്ത ഇട്ടുക, വൈകാത്ത ചോറുണ്ടാക്കുക, ഇറച്ചി പോകില്ല. അതിപ്പോഴത്തെ ഒരു അടവാന്ന് ഇഷ്ടാണ്. ഇറച്ചിയൊന്നും ആരും കേൾക്കുന്നില്ല. അതുകൊണ്ടൊന്നൊക്കെ നീ വായിൽ ഇറച്ചിയിട്ടിട്ട് നമുക്ക് തിരിയുന്നില്ല. അതൊന്ന് ആളറിയണം, കറുമുറത്തുന്നു. പണ്ട് വള്ളക്കാരാളത്തുണ്ടാവില്ല, ലാടിട്ട് ടൂസ് കഴിഞ്ഞ് വരും. എന്നിട്ടോ ഇവിടെ എല്ലാം മണലിടുമ്പോൾ കയറി വരുമ്പോൾ ചട്ടാപ്പട്ടാന്നുള്ള കേൾക്കും. ഈ മണലിൽ ചവിട്ടുമ്പോൾ ലാടിട്ട് തൂണ്ട് മണലിൽ ഭയങ്കര ഒച്ചയല്ലേ. ചുരുക്കത്തിൽ ഒരു ബത്തക്ക സമയത്തിനും പോയത് കാലു അത് അബുത്ത നീ വളരെ വൈകി. സുമ്മലം തജീല ബിഹാദിഹിൽ ബിത്തീഖ ഈ ഒറ്റ ബത്തക്കയായിട്ടല്ലാണ്ട് നീ വന്നിട്ടല്ലോ. ഫഖാലലഹും അദ്ദേഹം പറഞ്ഞത് ഇന്ന ഫീ ഹാദിഹിൽ ബിത്തീഖത്തി അജബ ഈ ബത്തക്ക സാധാരണ ബത്തക്കയല്ല, ഇതിന് വല്ലാത്തൊരു അജബുണ്ട്. കാലു വമാ അതാക്ക എന്താണ്?
فقال لهم مسها بشر بن الحارث رضي الله عنه بيده. ബിശ്ർ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു കൈകൊണ്ട് തൊട്ട വത്തക്കയാണ്. അതുകൊണ്ട് ഫനാഫസ്തു അലൈഹ, അതിനോട് ഞാനങ്ങനെ മത്സരിക്കാൻ നിന്നു, എനിക്ക് കിട്ടാൻ. ഹത്താ അഖദ്തുഹാ ബിദ്ദറാഹിം, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച് 20 ദിർഹം കൊടുത്തിട്ട് വാങ്ങി. ഖാലു വമാ യകൂനു ബിശ്റുൻ ഹാദാ, ഏതാണ് ഈ ബിശ്ർ എന്ന് പറഞ്ഞ ആൾ എന്നാ പിന്നെ ഓരോ ചോദ്യം. ഫഖാല ലഹു അബ്ദുൻ അതാഅ അല്ലാഹ ഫഅക്റമഹു അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ട ഒരു അബ്ദാണ്. അങ്ങനെ അല്ലാഹു തആല അവർക്ക് ഇക്റാം കൊടുത്തപ്പോൾ അവർ തൊട്ട ബത്തക്കൊക്കെ എന്തായി, അങ്ങാടിയിൽ വലിയ ഇക്റാം വന്നു. ഇത് കേട്ടപ്പം തന്നെ ഫറജഅ ബഅ്ദുഹും ഇലാ ബഅ്ദ്, പരസ്പരം പറയാൻ തുടങ്ങി, ഒരു മുതീആയ ഒരു അബ്ദിന് തൊട്ട ബത്തക്കൊക്കെ ഇങ്ങനെ സ്ഥാനമാണെങ്കിൽ നമ്മൾ തന്നെ വഴിപ്പെടാൻ കഴിഞ്ഞാൽ നമുക്ക് പറ്റൂലേ. എല്ലാവരും തൗബ ചെയ്യാൻ തീരുമാനിച്ചു. ഇതാണ് അള്ളാന്റെ ഔലിയാക്കളുടെ കാര്യം. ബിശ്റിന്റെ മഹത്വം കൊണ്ട് وقالوا إذا كان صاحب الطاعة تنتهي به الكرامة عند الله لا مثل هذا في الدنيا. അതാ അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്ത ഒരു അബ്ദ് ദുനിയാവിൽ തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ എത്തിച്ചേരുമെങ്കിൽ ആഖിറത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഫതാബൂ ബിഅജ്മഈൻ, അവരെല്ലാവരും തൗബ ചെയ്ത് വതറകൂ മാ കാനൂ അലൈഹി മിനൽ ലഹ്വി വൽ ബാത്തിൽ, അനാവശ്യങ്ങളാലും കടിതമാശകളാലും സമയം കൊള്ളുന്ന കാര്യങ്ങളാലും എല്ലാം അവസാനിപ്പിച്ചു. ഇനി പറയുന്നത് എന്താണ്? ബാധുക്കത്തിന് എന്തുകൊണ്ട് പോയിക്കോന്നുണ്ട പോകാൻ പാടില്ല. പോയിക്കാൻ ഞാൻ പോകാൻ വേണ്ടി വന്നതല്ല. ആട്ടിപ്പായ്ച്ചാലും പോകാൻ പാടില്ല. അടുത്തന്നെ ഒന്നുണ്ടോ? അതാ ഇൽസമിൽ ബാബ. قال سيدنا الإمام أحمد بن زيد الحبشي رضي الله عنه പറയുന്നു, ما على العبد إلا أن يقوم وينهض وينتدب. അബ്ദിന്റെ കടമ എത്രയേ ഉള്ളൂ? പണിയെടുക്കാൻ വേണ്ടി തയ്യാറാവുക, അതിനെന്താക്കുക, വിളിക്കും, ഓർഡർ വരുന്നുണ്ടോ. എന്തതിബ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തജാബു മുസ്ലിയ, ഉടനടിയായ വിളിക്കുത്തരം ചെയ്യാൻ അൽഹംദുലില്ലാ. വല അലൈഹില്ലാതാക്ക, ഇവന്റെ മേൽ ബാധന എത്രയേ ഉള്ളൂ. വല്ലാഹു തആല യഖുലു ബിയദിഹി ഇദാ അഖ്ബല അലൈഹി, അല്ലാഹുവിലേക്ക് മുന്നിട്ടിടിഞ്ഞാൽ അല്ലാഹു കൈപിടിച്ച് കയറ്റലാണ്. വഇൻ ലം യഖ്ദിർ അലാ സൈരി വസ്സുലൂക്ക്, സൈർ ചെയ്യാനും സുലൂക്ക് ചെയ്യാനും ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ, സുലൂക്ക് നമ്മൾ ഇഷ്ടംപോലെ ആവർത്തിച്ച് പറഞ്ഞ സാധനമാണ് സുലൂക്ക്. എന്താ വണ്ടിക്കല്ല. ഫഅലൽ അബ്ദി, അബ്ദിന്റെ മേലിലുള്ളത് അൽ ഹറക്കം, അതിന് വേണ്ടി ഒന്ന് അനങ്ങിക്കൊടുക്കല്. വഅലൽ മൗലൽ ബറക, മൗല ബറക്കത്ത് ചെയ്യും, അങ്ങനെ ചെയ്യും. വൽ ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇജാബത്തു ദാഇ, ആ വിളിച്ചതിന് ഉത്തരം കൊടുക്കലാണ്. വാദമൽ ഇദ്ബാർ, പിന്തിരിഞ്ഞോടാൻ പാടില്ല. ഹയ്യ അലൽ സലാം എന്ന് പറയുമ്പം ഇങ്ങോട്ടേക്ക് ഓടലല്ല. വശ്ശർറു കുല്ലു ശർരി ഫിൽ ഇദ്ബാരി വൽ ഇറാദി അനില്ലാഹി അസ്സ വജല്ല, എല്ലാ ഷർറും അടങ്ങിയത് എന്താണ്? അള്ളാഹിനെ തൊട്ട് അവണിച്ച് അള്ളാഹിനെ ചാടിയിട്ട് പിന്തിരിഞ്ഞു മാറില്ല. വഹക്കുൽ അബ്ദ് എന്താണെന്നറിയോ? അയ്യഖൂമ ബിബാബി റബ്ബിഹി, റബ്ബിന്റെ വാതിൽക്കലാണ് നിൽക്കുക. വലാ യഹീദ അൻഹു, തെറ്റിപ്പോവാൻ പാടില്ല, അവിടെ തന്നെ നിൽക്കുക. വഇൻ തുരിദ വഉബിദ, അവിടെ നാട്ടിപ്പായി പുറത്ത് പുടപ്പോടാന്നിട്ട് പായിച്ചെങ്കിൽ തന്നെ ഫൽ ജർജിയ, അടുത്തേക്ക് മടങ്ങി വരിക. വയഉദു ഇലൈഹി വലാ യൻതരിദ് അബദാ, ആട്ടല് സിദ്ധിക്കാൻ പാടില്ല. ആട്ടല് സിദ്ധിക്കലില്ലേ സർദ. വലവ് ഖീല ലഹു മിൽ അൻ, പോടാ, വലാ യമീലു, ഞാൻ പോകില്ല, ഞാൻ പോവാൻ വന്നല്ല. ബൽ ജുറാബിതു ബിൽ ബാബി ഇലാ യൻഫതിഹ, അങ്ങനെ ബാധക്കത്തെ നിന്നിട്ട് അവസാനം വാതിൽ തുറക്കുന്നവരെ അടുക്കുന്നോളാം. وقال شيخه قطب الإرشاد الإمام عبد الله الحداد رضي الله عنه പറയുന്നു, السر كل السر في ملازمة التوجه وإدمان قرع الباب, വാതിൽ മുട്ടി വിളിക്കുന്ന ദായിമിയാക്കുക, തവജ്ജുഹ് ലാസിമാക്കുക എന്നതാണ് ഒട്ടാകെ സിറുള്ളത്. وفي التحلي بالافتقار والانكسار بين يدي الملك القهار, മലിക്കും കഹാറുമായ അള്ളാഹിന്റെ മുമ്പിൽ ഇൻകിസാർ, എൻ്റെ അടുത്തൊന്നുമില്ല, ഇഫ്തിഖാർ, ഞാൻ ഫക്കീറാണ് എന്നതുകൊണ്ട് ക്ഷമയുണ്ട്.
ആ ഉടയ സമയവുമായിട്ട് പോവുക. അലാ ദവാമിൽ അഹ്വാൽ, ഏതൊരവസരത്തിലും. വലാ സിയ്യമ, പ്രത്യേകിച്ച് ഫീ ജൗഫിൽ ലൈലി വഇൻദൽ സഹാർ, രാത്രി സമയത്ത് പാതിരാക്കൊക്കെ. വഖാല നഫഅന അല്ലാഹു ബിഹി, മൂപ്പർ പറയുന്നു, ഫിൽ ഔറാദി റിയാനത്തുൽ ലിൽ മുരീദ്, ഔറാദുകളിൽ എന്തുണ്ട്? മുരീദിന്റെ റിയാലയുണ്ട്. വഫീഹാ യജിദുൽ ആരിഫുൽ ബറകത വൽ മസീദ്, ആ ഔറാദിലായിക്കൊണ്ട് ആരിഫിന് എന്ത് കിട്ടും? ബറക്കത്തും വർദ്ധനവും കിട്ടും. റിയാദ് വ മർത്തബത്തുഹ, ഈ ഔറാദിന്റെ പദവി മർത്തബത്തുൽ അജ്സാദി എന്തിനത്തിലേക്ക് മിനൽ വാരിദാത്ത്, അള്ളാഹുവിന്റെ വക്കത്ത് കിട്ടുന്ന വാരിദാത്തിലേക്ക് ചേർത്താൽ മർത്തബത്തുൽ അജ്സാദ്, ജസദിന്റെ മർത്തബയാണ്. ഏത്? ഔറാദിന്റെ. മിനൽ അർവാഹ്, റൂഹും ജസദും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ആ റൂഹിന് ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ജസദ് നോക്കണം എന്നതുപോലെ അള്ളാഹുവിന് നഫഹാത്ത് കിട്ടണമെങ്കിൽ ഇവിടെ ഔറാദ് നോക്കണം. فكما أنه لا يتصبر في هذا العالم, ഈ ആലമിൽ മുതസബ്ബറല്ല വജൂദു റൂഹിൻ, ഒരു റൂഹ് ഉണ്ടാകല് ഇല്ല ഫീ ജസദ്, ജസദ്. അതിനെ ഫീ ഹാദൽ ആലമി, റൂഹ് സ്വന്തമായി നിൽക്കുന്ന ആലം വേറെ ഉണ്ട്. ഇവിടെ ബോഡിയാണ്, അത് ഭൂമിയിൽ നിന്നുണ്ടാക്കപ്പെട്ട ബോഡിയിലെ സഞ്ചരിക്കുള്ളൂ. വകദാലിക ലാ യുതസബ്ബറു വജൂദു വാരിദിൻ ഇലാഹിയ്യിൻ, ഇലാഹിയായ ഒരു വാരിദ് ഉണ്ടാവില്ല. ഇല്ലാ ഫീ ഖാലബി വിർദിൻ ശർഇയ്യിൻ, ശർഇയ്യായ വിർദിന്റെ ആ ജസദിലല്ലാണ്ട് ഉണ്ടായിത്തീരൂല. ആ ബാബ്